ഇന്നും ദൈവം നമ്മോട് സംസാരിപ്പാൻ പ്രാർത്ഥനയോടായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 33-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നതാണ്. 2 ദിനവൃത്താന്ത പുസ്തകം. യഹോവ മനുഷ്യയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനുഷ്യയെ കൊളുത്തുകളാൽ പിടിച്ചു ചങ്ങലയിട്ടു ബാബയിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുൻപിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവൻ്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവൻ്റെ രാജത്വത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനുഷ്യക്ക് ബോധ്യമായി. യഹോവ തന്നെ ദൈവമെന്ന് മനുഷ്യക്ക് ബോധ്യമായി. യഹോവ തന്നെ ദൈവമെന്ന് മനുഷ്യക്ക് ബോധ്യമായി. ഒരു നിമിഷത്തോടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ അതിഥി സാന്നിധ്യം നന്ദി. രാവിലെ വായിച്ച വേദഭാഗത്തോടെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. ഈ ഹോളിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, വിദൂരതയിൽ ഭവനത്തിലൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്. അവരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കണമേ. വലിയ ദൈവശക്തി ഇവിടെയും അകലെയും വ്യാപരിക്കണമേ. അവിടുത്തെ കരം ഞങ്ങളെ തൊടുന്ന പകലാക്കണം. ഒന്നിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. യഹോവ തന്നെ ദൈവമെന്ന് മനുഷ്യക്ക് ബോധ്യമായി. തുടക്കം ഇങ്ങനെയാണ്: യഹോവ മനുഷ്യയോടും അവൻ്റെ ജനത്തോട് സംസാരിച്ചു. എങ്കിലും ഒരു പ്രാവശ്യമല്ല, മതി മോളെ, ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം സംസാരിച്ചു. പലരിലൂടെ സംസാരിച്ചു. പക്ഷെ അവൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ദൈവം അശ്ശൂർ രാജാവിൻ്റെ പടയാളികളെ അവൻ്റെ നേരെ അയച്ച് അവനെ കൊളുത്തുകളാൽ ബന്ധിച്ച് ബാബയിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്നെ താൻ താഴ്ത്തി നിലവിളിച്ചു. ദൈവൻ്റെ പ്രാർത്ഥന കേട്ട് അവനെ യഥാസ്ഥാനപ്പെടുത്തി. അടുത്ത പദവാ: യഹോവ തന്നെ ദൈവമെന്ന് മനുഷ്യക്ക് ബോധ്യമായി. എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഒരു കാര്യം ഞാൻ പറയാം: പ്രാർത്ഥിക്കാത്തവരെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം. കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം. മോളോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങിയാൽ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ തനിയെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടി വരും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലിക്കരയേണ്ടി വരും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെങ്കിൽ, കരയുന്ന ദൈവപൈതലെങ്കിൽ, നിങ്ങളുടെ ഭാരമേറിയ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോൾ, നിങ്ങൾ ആയുസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയിരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കരയാൻ ദൈവം എഴുന്നേൽപ്പിക്കും. ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, കരയുന്നവനായിരുന്നു. പക്ഷെ ദാനിയേലിനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് ശദ്രക്ക്, മേശക്ക്, അബേദ്രക്ക് മന്ദിരമായിരുന്നു. പക്ഷെ അവരവിടെ കാണുന്നില്ല. ഔദ്യോഗിക ആവശ്യത്തിന് ദൂരെ എവിടെയെങ്കിലും പോയതായിരിക്കാം. പക്ഷെ അന്ന് രാത്രി ദൈവം ഒരാളുടെ ഉറക്കം കെടുത്തി. രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ഉറക്കം പോയി. അവൻ ഉപവസിച്ചു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രാവിലെ ഞാൻ നിന്നോട് പറയാം: നീ കരയുന്നവനെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് കരയാൻ വയ്യാതെ വരുമ്പോൾ, ആയുസ്സിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്ക് വേണ്ടി കരയാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയാൻ ദൈവം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നവൻ വാ തുറന്ന് കരമടിച്ച് ശക്തിയോടെ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പറ: ഞാൻ ഭാരപ്പെടുമ്പോൾ, ഞാൻ കരയുമ്പോൾ, എനിക്ക് കരയാൻ വയ്യാതാകുമ്പോൾ, എനിക്ക് ഉപവസിക്കാൻ വയ്യാതാകുമ്പോൾ, ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ചിലരെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ! ഇത് ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ദൈവം തരും ദൂതുകൾ ഞാൻ പറയാം. കരയുന്ന ദൈവപൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിന്റെ അരികിൽ നിൽക്കുന്നവൻ നിന്നെ സഹായിച്ചില്ലെങ്കിലും അകലെ നിന്ന് ദൈവം നിനക്ക് സഹായം എത്തിക്കും.
നിന്റെ തൊട്ടരികിൽ നിൽക്കുന്നവൻ നിന്നെ കാണാതെ പോകുമ്പോൾ, കൈമലർത്തുമ്പോൾ, ഹോഷ മറ ദുനിയ, അകലെ നിന്ന് ദൈവം നിനക്ക് സഹായം എത്തിക്കും. കൂടെ നിൽക്കുന്നവൻ കൈയൊഴിയുമ്പോൾ, ദൂരെ നിന്ന് നീ കണ്ടിട്ടില്ലാത്ത ചിലരെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ചോ, വാ തുറന്നു, ശക്തിയോടെ അന്യഭാഷ സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കഷ്ടാനുഭവ ആഴ്ച കൂടെ ആണല്ലോ. യഥാർത്ഥത്തിൽ യേശു കർത്താവിൻ്റെ കുരിശിൻ്റെ അറ്റം താങ്ങേണ്ടിയിരുന്നത് ബറയോനാ ശിമോനായിരുന്നു. പക്ഷെ അവൻ അകലം വിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു കർത്താവ് വീണു എഴുന്നേറ്റും ഗൊൽഗോഥയിലേക്ക് പോകുമ്പോൾ ആ പയരമേറിയ കുരിശിൻ്റെ അറ്റം താങ്ങാൻ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരൻ ശിമോനെ നിർബന്ധിച്ചെന്ന വേദപണ്ഡിതന്മാർ ചിലർ പറയുന്നവൻ നിർജ്ജന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയെന്ന. എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് വന്നവൻ കുരിശിൻ്റെ മൂട് താങ്ങേണ്ടി വന്നു. മനസ്സോടൊന്നുമല്ല, നിർബന്ധത്താലാച്ചല്ലേ. പക്ഷെ അവൻ്റെ സന്തതിയും കർത്താവിൽ പ്രസിദ്ധനായി. നമ്മളെപ്പം കേൾക്കുന്ന ഇതൊക്കെ നിർബന്ധത്താൽ കുരിശ് താങ്ങിയവൻ, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മനസ്സോട് കുരിശ് താങ്ങുന്ന നിന്നെ നിന്റെ തലമുറയും കർത്താവ് കൈവിടുവോ? യേശു കർത്താവിൻ്റെ കുരിശിൻ്റെ അറ്റം താങ്ങേണ്ടത് ബറയോനാ ശിമോനായിരുന്നു. പക്ഷേ ബറയോനാ ശിമോൻ പോയപ്പോൾ ഒരു കുറേനക്കാരൻ ശിമോൻ വന്നു. അരികെ നിൽക്കുന്നവൻ സഹായിച്ചില്ലെങ്കിൽ അകലം നിന്ന് ദൈവം സഹായം എത്തിക്കും. സത്യത്തിൽ ഈ പൗലോസിനെ സ്നാനപ്പെടുത്തേണ്ടിയിരുന്നത് അനന്യാസായിരുന്നു എന്നാണ് എൻ്റെ ചിന്ത. കൃപയെ നിന്നിരുന്നെങ്കിൽ അവൻ്റെ ഹൃദയം പോലും സാത്താൻ കിഡ്നാപ്പ് ചെയ്തു. അവൻ പോയ സ്ഥാനത്ത് മറ്റൊരു അനന്യാസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. നീ അവിശ്വസ്തനായാൽ നിന്റെ അതേ പേരുകാരനെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇതിനകത്ത് യൂദയുടെ ലേഖനം എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്, വെളിപ്പാട് ദിവസം തൊട്ട് മുമ്പ്. ഒരു യൂദ പിശാചിൻ്റെ ദാസനായി മാറിയപ്പോൾ യൂദ ലേഖനം എഴുതുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. നാളെ ഒരു അമ്മച്ചി പറയുന്നത് കേട്ടവൻ കെട്ടി തൂങ്ങി ചത്താൽ എന്നാ നല്ലൊരു ലേഖനം എഴുതിയിട്ടാ ചത്തയെന്ന്. അമ്മച്ചി ചോദിച്ചാൽ ആ യൂദായ ഈ യൂദയെന്ന്. അല്ല അമ്മച്ചി, രണ്ടും രണ്ട് യൂദയാ. ഇപ്പോൾ എരുശലേമിലൊക്കെ ഞാനും പോയിട്ടുണ്ട്, നിങ്ങളൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. ഈ എരുശലേമിൽ ഇസ്രായേലിൽ ചെന്നാൽ എല്ലായിടവും പള്ളിയാണ്, എല്ലാവരുടെയും പേരിൽ. അപ്പം ഒരിടത്തൊരു പള്ളി കല്ലറ കണ്ടു, അത് പത്രോസിൻ്റെ കല്ലറയായിരുന്നു. വേറെടുത്ത് ചെന്നപ്പോൾ അവിടെയും ഒരു കല്ലറ. അപ്പോൾ ഈ ഗൈഡിനോട് ചോദിച്ചു, ഇവിടെയും കല്ലറ അവിടെയും കല്ലറ. അപ്പോൾ അയാൾ പറഞ്ഞു, അത് ഒന്ന് പത്രോസിൻ്റെ കല്ലറയും ഇത് 2 പത്രോസിൻ്റെ കല്ലറയാണ്. ഞാൻ പറയാൻ വന്ന ഒരു യൂദ പിശാചിൻ്റെ ദാസനായി മാറിയപ്പോൾ മറ്റൊരു ദൂത യേശു ക്രിസ്തുവിൻ്റെ ദാസനായി മാറി. ഒരന്യാസിൻ്റെ ഹൃദയം പിശാചി കൊള്ള ചെയ്തപ്പോൾ മറ്റൊരന്യാസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു ശിമോൻ അകലം വിട്ട് അകനിമിച്ചപ്പോൾ മറ്റൊരു ശിമോനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ചിലരൊക്കെ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിച്ചതിൻ്റെ വേല പൂർത്തി. ഒന്ന് കൈ ഉയർത്തിയാട്ടി ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, എന്നെ നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. മനശ്ശയോട് ദൈവം പലവട്ടം സംസാരിച്ചു, പക്ഷെ അവൻ കേട്ടില്ല. അവസാനം ദൈവം അശൂർ രാജാവിൻ്റെ പടയാളികളെ അയച്ചവനെ ബന്ധിച്ച് ബാബേലിൽ കൊണ്ടുപോയി ഘട്ടത്തിലായപ്പോൾ നിലവിളിച്ച് യഥാസ്ഥാനപ്പെടുത്തി. ദൈവം കോപതന ദൈവം എന്ന ബോധ്യമായി. ആരാണ് ഈ മനശ്ശ? ആരാ മോളെ വായിക്കുന്ന ആരാ? 33 അധ്യായം 1 വാക്യം വായിച്ചേ. 33:1. ആരാണ് മനശ്ശ? 2 Chronicles chapter 33 verse 1. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. Yes. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. വായിച്ചോ മോളെ. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അടുത്തത്, അവൻ തന്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെ വീണ്ടും പണിതു. അടുത്തത്, ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു. താഴോട്ട് വായിച്ചാൽ അവൻ ചെയ്ത പരാക്രമമൊക്കെ കാണാം. അപ്പം തുടക്കം ഇങ്ങനെയാണ്, മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞ സഹോദരന്മാരെ, എത്ര വയസ്സായിരുന്നു? 12 വയസ്സ്. നീ എന്ന് നോക്ക്. മനശ്ശെ ആരാണ്? 12ാമത്തെ വയസ്സിൽ വാഴ്ച തുടങ്ങിയവൻ.
12-ാമത്തെ വയസ്സിൽ രാജാവാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവത്തിന് നൽകിയത്. പ്രയസണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നമുക്ക് തന്നത്. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മ. നിന്റെ ആയുസ്സിൽ നിന്റെ സമപ്രായക്കാരിൽ പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നിനക്ക് തന്നത്. നിനക്ക് വീടുണ്ടെങ്കിൽ, കാറുണ്ടെങ്കിൽ, ജോലിയുണ്ടെങ്കിൽ, മക്കളെ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം, കുഞ്ഞെ, സ്നേഹിക്കുന്നൊരപ്പനെ കിട്ടിയെങ്കിൽ, പ്രാർത്ഥിക്കുന്നൊരമ്മയെ കിട്ടിയെങ്കിൽ, നല്ലൊരു ആരാധന കിട്ടിയെങ്കിൽ, നല്ലൊരു ദൈവദാസനെ കിട്ടിയെങ്കിൽ, നല്ലൊരു കൂട്ടായ്മ കിട്ടിയെങ്കിൽ, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മ നമുക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം. സമയം കിട്ടുമ്പോൾ ഇവിടുന്ന് കാറുമൊക്കെ ഉണ്ടെങ്കിലും വല്ലപ്പോഴും ട്രെയിനിൽ കയറി ഒന്ന് യാത്ര ചെയ്യണം. കോയമ്പത്തൂർ വരെയോ, ബോംബെ വരെയോ, മദ്രാസ് വരെയോ, ബാംഗ്ലൂർ വരെയോ ഒന്ന് പോയി നോക്കണം. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ പുറംപോക്കുകൾ കാണാം. ആ പുറംപോക്കുകളിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ തിരികി ആയിരക്കണക്കിന് ആളുകൾ കിടപ്പുണ്ട്. അവിടെ വിവാഹവും ഹണിമൂണും എല്ലാം അതിനകത്താണ്. റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ അടിയിൽ അന്തി ഉറങ്ങുന്ന 10,000-ങ്ങളുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ ഉറങ്ങുന്നവരുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ പാർക്കുന്നവരുണ്ട്. ട്രെയിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ചവിട്ടി അരച്ച് തേച്ചു വന്ന ചളികൾ കൈകൊണ്ട് തൂത്ത് വൃത്തിയാക്കി നിങ്ങളോട് കൈനീട്ടുന്ന അനേക കുഞ്ഞുങ്ങളെ കാണാം. ചിലപ്പോഴൊക്കെ റോഡിലോട്ട് നോക്കി യാത്ര ചെയ്ത റോഡിൽ പോയാൽ ഹോട്ടലുകളുടെ വേസ്റ്റ് കൂനയിൽ നിന്ന് വലിച്ചു വാരിയിട്ട് തിന്നുന്ന കുഞ്ഞുങ്ങളെ കാണാം, ചെറുപ്പക്കാരെ കാണാം. ഒരു നേരത്തെ ആഹാരത്തിന് വയറ്റത്തടിച്ച് പാടി കൈനീട്ടുന്നവരെ കാണാം. പ്രയർ സൺഡിൽ പകലിൽ യോഗത്തിനൊന്നെല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങളും ഞാനും ആ റെയിൽവേ പുറംപോക്കിൽ ജനിച്ചില്ല? എന്തുകൊണ്ടും നിങ്ങളും ഞാനും ഒരു നേരത്തെ ആഹാരത്തിനായി കൈനീട്ടുന്നവരായി മാറിയില്ല? എന്തുകൊണ്ടും നിങ്ങളും ഞാനും ഹോട്ടലിൻ്റെ വേസ്റ്റ് കൂനയിൽ നിന്ന് വലിച്ചു വാരി തിന്നുന്നവരായി മാറിയില്ല? ഈ രാത്രി നീയും ഞാനും അനുഭവിക്കുന്ന സകല നന്മയ്ക്ക് ഒരു പേരുണ്ട്. അതിൻ്റെ പേരാണ് കൃപ. കണ്ണുയർത്തി പറ കൃപ. കരവൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ ഗ്രേസ്. കൃപ, 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 കൃപ. അല്ലാതെ എന്താ പറയാനുള്ളത്? നീ എന്താ അവിടെ ജനിക്കാഞ്ഞ്? കൃപ. കൃപയാ. ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കി തരാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നവാപൂർ കൺവെൻഷന് പ്രസംഗിക്കാനായി പോകുകയാണ്. 30,000-40,000 ആളുകൾ കൂടുന്ന കൺവെൻഷനാണ് നവാപൂർ കൺവെൻഷൻ. അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സാങ്കുട്ടി വന്നിട്ടുണ്ടോ? സാങ്കുട്ടി ചാക്കോ പാസ്റ്റർ, അദ്ദേഹം അന്ന് ആ കൺവെൻഷൻ ഉണ്ടായിരുന്നു. രാത്രി 1:30 മണിക്ക് ഞാൻ ബോംബെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ കാറുമായി വന്നു അദ്ദേഹത്തിന് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. പിറ്റേ ദിവസം അല്ലെങ്കിൽ വെളുപ്പിനെ 5 മണിക്ക് മാത്രമേ പിന്നെ ട്രെയിനുള്ളൂ. ഈ 1:30 മണിക്ക് കഴിഞ്ഞ് പിന്നെ 5 മണി വരെ എയർപോർട്ടിൽ ഇരിക്കേണ്ട, അതല്ല റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്നുള്ളത് കൊണ്ട് ദേവദാസം വന്നിരുന്നിട്ട്
ഈ 1:30 മണിക്ക് എന്നെ സ്വീകരിക്കാൻ ഒരാൾ കാറുമായി വന്നു. എന്നെ നോക്കിയാണ്. ഞാനും ഈ സ്നേഹിതൻ്റെ കൂടെ കാറിൽ, എന്നെ നോക്കൂ, അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ റോഡിൻ്റെ 2 വശവും 100 കണക്കിന് ആളുകൾ കിടന്നുറങ്ങുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുണ്ട്, കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് ഒരു പെരുമഴ പെയ്തു. ഈ കിടക്കുന്ന ജനങ്ങൾ മുഴുവൻ കാളയെ പോലെ, പോത്തിനെ പോലെ ഈ മഴ നനയുകയാണ്. കാരണം എന്നാച്ചാ അവർക്ക് പോകാൻ ഒരിടമില്ല. മക്കളെ, ചെറുപ്പക്കാർ കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രസംഗം രാത്രി 2 മണി രാത്രി നീ കിടന്നുറങ്ങുമ്പോഴേ ഒരു കുടം വെള്ളം നിൻ്റെ തലയൊഴിച്ചാൾ അവസ്ഥ തന്നെ. പകൽ മുഴുവൻ അലിഞ്ഞ് ഇവരെ 1:30 മണിക്ക് കിടന്നുറങ്ങുമ്പോൾ പെരുമഴ പെയ്യുക, പോകാനൊരിടമില്ല. ഞാനൊന്നുകൂടെ ചോദിക്കുന്നു, ദൈവവൈതലേ, നമ്മൾ എന്തുകൊണ്ട് വഴിയരികിൽ കിടക്കുന്നവരായി മാറിയില്ല? നമ്മൾ എന്തുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഉറങ്ങുന്നവരായി മാറിയില്ല? നീയും നിന്റെ കുഞ്ഞും അനുഭവിക്കുന്ന നന്മയുടെ പേരാണ് കൃപ. അർഹതയില്ലാത്ത ദൈവത്തിൻ്റെ ദാനം. കയ്യൊന്നടിച്ച് വായം തുറന്ന ശക്തിയോടെ സ്തോത്രം പറ. കൃപ, 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 കൃപ. സ്തോത്രം. ഈ ദൈവകൃപ വന്നതും കൃപയാലാ. കൽദയ പട്ടണത്തിൽ എത്രയോ അബ്രഹാമാരുണ്ടായിരുന്നു. ഒരബ്രഹാമിനെ ദൈവം വിളിച്ചു, അതിന് പേരാ കൃപ. തർശോശിൽ എത്രയോ ശൗലുമാരുണ്ട്, ഒരു പൗലോസിനെ വിളിച്ചു, അതിൻ്റെ പേരാ കൃപ. എൻ്റെ വീട്ടിൽ 7 മക്കൾ, അതിൽ എന്നെ കർത്താവ് സുവിശേഷ വേലയ്ക്ക് വിളിച്ചു, കൃപ. എത്രയോ പേരുണ്ട് IPCയിൽ, പക്ഷെ എന്നെ ലോകം അറിയുന്നവനാക്കി ദൈവം ഉയർത്തി, അതിൻ്റെ പേരാ കൃപ. നിന്റെ കുടുംബക്കാരിൽ പലരും ഇന്നും ആൾത്താരയുടെ മുമ്പിൽ നിന്ന് അക്ഷരത്തിന്റെ പഴക്കത്തിൽ ആരാധന എന്ന പ്രഹസനം നടത്തുമ്പോൾ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നിന്നെ നിന്റെ തലമുറയെ വിളിച്ചു വേർതിരിച്ചു. അതിന്റെ പേരാണ് കൃപ. ഈ ഹോളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമേ, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, തൊണ്ട കൊണ്ട് ഇടപെടാത്ത, കൈ കൊണ്ട് പ്രവർത്തിക്കാത്ത, കാലുകൊണ്ട് നടക്കാത്ത അനേക ദൈവങ്ങളുടെ മുമ്പിൽ വീണ് നിന്റെ സഹോദരവർഗങ്ങൾ, ഉറ്റവർ, ഉടയവർ കരയുമ്പോൾ നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന, നീ വിളിച്ചാൽ കേൾക്കുന്ന, ഉത്തരമരുന്ന സർവശക്തനായ ദൈവത്തെ സേവിപ്പാൻ ദൈവം നിനക്കും നിന്റെ തലമുറയ്ക്കും കൃപ നൽകി, ഭാഗ്യം നൽകി. അതിന്റെ പേരാണ് കൃപ. ഓ, ശക്തിയോട് കരമടിച്ച് ദൈവത്തെ ബോധപ്പെടുത്തുക. കൃപ. ഞങ്ങളെ ഇതാരാ ഓർഗൻ അടിക്കുന്ന ആളെന്തേ? ഇപ്പൊ വന്നേ മോനെകളെ, ആരാ ഓർഗൻ വായിക്കുന്നത്? കൃപയേറും കർത്താവിൽ വിശ്വാസം, അതിനാൽ കൃതിയെന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമി പൂവാസം, കൃപയാൽ മനോഹരമാം. ചേർന്ന് പാടിക്കോ. ഓ കൃപ, കൃപയാന്തൻ ആശ്രയം. ഹല്ലേലൂയ. ചേർന്ന് പാടിക്കേ. ഓ വൈരികൾ വന്നാലും എതിരുയെന്നാലും കൃപ മതിയെന്നാലും, വൈരികൾ വന്നാലും എതിരുയെന്നാലും കൃപ മതിയെന്നാലും, എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ബലമവൻ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്നെന്നാശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയൊന്നെന്നാനന്ദമാ.
12-ാമത്തെ വയസ്സിൽ രാജാവായവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നൽകിയത്. നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവർ, നിന്നേക്കാൾ മാർക്ക് വാങ്ങിയവർ ഇന്നും നിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടി നിൽക്കുമ്പോൾ ഓർക്കണം, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് നിനക്കും നിന്റെ തലമുറയ്ക്കും ദൈവം നൽകിയത്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം ഏതാ? ഡോക്ടറാക്കാൻ കഴിഞ്ഞതാണോ? എഞ്ചിനീയറാകാൻ കഴിഞ്ഞതാണോ? അമേരിക്കയിൽ പോകാൻ കഴിഞ്ഞതാണോ? കുവൈറ്റിൽ പോകാൻ കഴിഞ്ഞതാണോ? അതൊന്നുമല്ല, ഒരു ദൈവവേദലാകാൻ കഴിഞ്ഞതാ. അതും കൃപയാലല്ലേ? കൃപയാ. പക്ഷെ ഇവിടെ വായിച്ചത് ശ്രദ്ധിക്കൂ. 12-ാമത്തെ വയസ്സിൽ രാജാവായവൻ, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന 2 ചാർജ് ഷീറ്റുകൾ. 1, അവൻ തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ഇല്ലാതാക്കി. 2, ജാതികളെക്കാളധികം പാപം ചെയ്തു. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മ ലഭിച്ച മനശ്ശെ ദൈവത്തെ മറന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യവും 2 ദിനവൃത്താന്ത പുസ്തകം 32-24 2 വാക്യങ്ങൾ. പിന്നെ ആ തലമുറയൊക്കെയും, ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് നമ്മുടെ തലമുറയോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവർക്ക് ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. ആ തലമുറയൊക്കെ കടന്നുപോയി, വേറൊരു തലമുറ എഴുന്നേറ്റു. ദൈവം ഇസ്രായേലിന് ചെയ്ത നന്മ അറിയാത്ത തലമുറ. എനിക്ക് പ്രയർ സെൻ്ററിലുള്ള ദൈവമക്കളോട് എപ്പോഴും ഒന്നും വരുന്ന സമയം ഞാൻ പറയും, ദൈവത്തെ ആരാധിക്കാൻ ദൈവം കൃപ നൽകി. കരഞ്ഞോണം, പ്രാർത്ഥിച്ചോണം, ഉപവസിച്ചോണം. ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. ദൈവം നിനക്ക് ചെയ്ത നന്മ അറിയാത്തൊരു തലമുറ നിന്റെ ഭവനത്തിൽ എഴുന്നേറ്റ് വരരുത്. ദൈവം ചെയ്ത നന്മയറിയാത്തൊരു തലമുറ എഴുന്നേറ്റ് വരരുത്. ആത്മീയഗോളത്തിൽ പെന്തക്കോസ്തിൽ വിശേഷിച്ചങ്ങനെ ഒരു തലമുറ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ഇനിയും വായിച്ച 2 ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായം 24-ാം വാക്യം. അത് ഹിസ്കിയാവിനെ കുറിച്ചാണ്, ഈ പറഞ്ഞ മനശ്ശെയുടെ അപ്പനെ കുറിച്ചാണ്. ഓക്കെ, വായിച്ചു. ആ കാലത്ത് ഹിസ്കിയാവിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിന് അവൻ ഉത്തരമരുളി ഒരു അടയാളവും കൊടുത്തു. എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. ആരാണ് ഹിസ്കിയാവ്? നിങ്ങൾക്കറിയാം, രാജാവ്. അവനോട് വലിയ പ്രവാചകനും ചെറിയ പ്രവാചകനും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ തിരിച്ചിട്ടുണ്ട്, എഴുതിയിട്ടില്ല, അറിയാം. യെശയ്യാവ് വലിയ പ്രവാചകൻ, യെശയ്യാവ്, യെരമ്യാവ്, എഹെസ്കേൽ. ആ പ്രവാചകനോട് എന്നെ നോക്കിയിരിക്കൂ. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ഹിസ്കിയാവിനോട് എന്ന് പറ, ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക, അവൻ്റെ ആയുസ് കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകാൻ പോവാ. യെശയ്യാവ് എന്ന വലിയ പ്രവാചകൻ ഹിസ്കിയാവിൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, വേഗത്തിൽ നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, നിന്റെ ആയുസ്സിന് അറുതിയായി തമ്പുരാൻ കൊണ്ടുപോകാൻ പോവാ. അപ്പോൾ ഹിസ്കിയാവ് ചെയ്തത് സൂര്യനേരെ മുഖം മറച്ച് കരയാൻ തുടങ്ങി. ഇങ്ങോട്ട് നോക്കൂ. ഹിസ്കിയാവ് കരയാൻ തുടങ്ങിയ സെക്കൻഡിൽ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. കൊട്ടാരം വിട്ടുപോകാൻ തുടങ്ങിയ വലിയ പ്രവാചകനായ യെശയ്യാവിനോട് തമ്പുരാൻ പറഞ്ഞു, തിരിഞ്ഞു നടക്കടാ, അകത്തോട്ട് കയറാൻ പറഞ്ഞു. അവന്റെ പ്രാർത്ഥന എത്തിയെന്ന്. ഇന്ന് രാവിലെ ഇവിടെ ദൈവത്തെ ആരാധിക്കും ദൈവം ഇതിലെ നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്താൻ എത്ര ദിവസം വേണം? 40 ദിവസം വേണോ? 21 ദിവസം വേണോ? പരമാർത്ഥയോട് ദൈവത്തിൽ മുട്ടുകുത്തും ദൈവം ഇതിലെ സെക്കൻഡ് കൊണ്ട് മറുപടി തരാനും എന്റെ ദൈവശക്തനായവനത്രേ. ഒന്ന് കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തോത്രം പറഞ്ഞ് നീ ദൈവത്തിൽ മുട്ടുകുത്തുന്ന ആ നിമിഷത്തിൽ തന്നെ നിന്റെ പ്രാർത്ഥന സ്വർഗത്തെ സ്പർശിക്കും. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന തിരുസൽ ധൂപമായും ഞാൻ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. കൃപയെ ജീവിക്കുന്ന ദൈവപൈതലേ, നീ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ തൊട്ടയൽക്കാരനറിയത്തില്ല, തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്നവൻ അറിയില്ല. എന്നാൽ നീ മുട്ടുകുത്തുമ്പോൾ എന്റെ മന സ്വർഗത്തിൽ ചെല്ലും.
ഓ ഷറഖുനിയ അംദുനിയ. മിനിറ്റുകൾക്കുള്ളിൽ അല്ല സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി താഴെ വരും. വിശ്വാസമുണ്ടെങ്കിൽ ഈ വാസപ്രാർത്ഥനയിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അകലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്. കരങ്ങളടിച്ചാട്ട് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട് സ്തോത്രം പറഞ്ഞാട്ട് നിന്റെ കർത്താവിന്റെ അഭിഷേകത്തിന് ഉൾപ്പെടെ സഭ വാസോട് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ വിശ്വാസത്തോടെ ഹോളിൽ വന്ന ദൈവവൈദ്യരെ നീ ഭവനത്തിൽ ചെല്ലും മുമ്പ് ചില പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുമെന്ന് വിശ്വാസമുണ്ടോ? അല്ല, ഇവിടുന്ന് എഴുന്നേൽക്കും മുമ്പ് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ആരാ പ്രവചനം പറഞ്ഞത്? വലിയ പ്രവാചകനായ യെശയ്യാവ്. എന്താ പറഞ്ഞത്? ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, നീ മരിക്കും. പ്രവചനം തെറ്റുമോ ഇല്ലയോ? പ്രവചനം തെറ്റുമോ ഇല്ലയോ? നിങ്ങൾ അനങ്ങുന്നില്ല. എത്ര പ്രവചനം കേട്ടവരാ? ദൈവിക പ്രവചനമാണെങ്കിൽ തെറ്റത്തില്ല. ദൈവമാണ് നിന്നോട് പറഞ്ഞതെങ്കിൽ സാഹചര്യമൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞവൻ സർവശക്തനാകിയാൽ സംഭവിച്ചിരിക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, ദൈവം ചില തീരുമാനങ്ങൾ തിരുത്തി എഴുതും. കർത്താവിന്റെ വചനം പറയുന്നു, എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ മാറ്റം വരുത്തില്ലെന്ന, ഞാൻ വ്യാജം പറയില്ലെന്ന, ഞാൻ അരുളി ചെയ്താൽ നിവർത്തിക്കാതിരിക്കില്ലെന്ന. പക്ഷെ ഒരു കാര്യം ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായി, ഒരു ദൈവം എൻ്റെ കണ്ണുനീരിന് മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് കരയുന്ന ഒരു ഭക്തന്റെ കണ്ണുനീരിന് മുമ്പിൽ ദൈവം തന്റെ തീരുമാനങ്ങൾ പോലും തിരുത്തി എഴുതും. പോരാ 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 പോരാ, ശക്തിയോടെ ആത്മാവിൽ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. കണ്ണുനീരിന് മുമ്പിൽ അവൻ തീരുമാനങ്ങൾ മാറ്റി എഴുതും. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മാസങ്ങൾ, അത് ആദ്യം എനിക്കിപ്പോഴാണ് പിടി കിട്ടിയത്. യോബിൻ്റെ പുസ്തകത്തിൽ വാക്യമുണ്ട് പാസ്റ്ററെ, എൻ്റെ മാസങ്ങൾ നിൻ്റെ മുമ്പിലെന്ന്. കണ്ടിട്ടുണ്ടോ? എൻ്റെ മാസങ്ങൾ നിൻ്റെ മുമ്പിലെന്ന് എന്ന് പറഞ്ഞാൽ ഞാനിനി എത്ര മാസവും കൂടെ ഇവിടെ ഉണ്ടെന്ന് അറിയുന്ന ഒരുവനാണ് ഉയർത്തിയിരിക്കുന്നത്. എത്ര ദിവസം കൂടെ ഉണ്ടെന്ന് അറിയുന്ന ഒരുവനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മാസവും എൻ്റെ ദിവസവും ഒക്കെ അവൻ്റെ കയ്യിലാണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ഒരു ഭക്തൻ കിടന്ന് കരഞ്ഞപ്പം അവൻ്റെ ആയുസ് 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിപ്പാൻ കർത്താവ് പറയുന്നു. ചിലർ കരയാൻ തുടങ്ങിയ, ചിലർ ഇടുവിൽ നിന്നാൽ ആയുസ് പോലും മാറ്റിത്തരാൻ, രേഖ പോലും മാറ്റി എഴുതാൻ നിന്റെ കണ്ണുനീരിന് കഴിയും. ഓ പോരാ, ശക്തിയോടെ ആത്മാവിലാണ് ദശാട്ട്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. പൗലോസ് പറഞ്ഞു, ഞാൻ മരിക്കുമെന്ന് ചിന്തിച്ചു. വചനത്തിൽ തെളിവില്ലാത്തതെന്ന് ഞാൻ പ്രസംഗിക്കില്ല. ഉള്ളി ഉറച്ചു മരിച്ചെന്ന്. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ദൈവം എനിക്ക് ആയുസ് ദീർഘമാക്കി തന്നു. ഞങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നവരാ. ഭക്തന്മാരുടെ കണ്ണുനീര് കണ്ട് ചിലപ്പം ദൈവം കുറച്ച് നാളുടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരുമെന്ന്. അത് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പ്രവർത്തിക്കാനാ. മുഖം തിരിച്ച് കരഞ്ഞപ്പോൾ ആ കരച്ചിൽ സ്വർഗത്തിലെത്താൻ 21 ദിവസമൊന്നും എടുത്തില്ല. അടിയന്തര ഘട്ടങ്ങളിൽ നീ ഒരു നെടുവിപ്പ് സ്വർഗത്തിലേക്ക് അയച്ചാൽ മറുപടി താഴെ വരും. അതിന് 21-40 നോക്കണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി. കൊട്ടാരം വിട്ടുപോയ വലിയ പ്രവാചകൻ പറഞ്ഞ് കേരള അകത്തേടെന്ന് പറഞ്ഞു. അവന്റെ കണ്ണുനീരന്റെ അടുക്കലെത്തി. സ്തോത്രം സ്തോത്രം സ്തോത്രം. നീ പറഞ്ഞ പ്രവചനം ഞാൻ തിരുത്തി എഴുതുക. അതെ, ഈയിടെ ആരോ ഒരു പാവപ്പെട്ട ദൈവദാസൻ പ്രസംഗിക്കുന്ന കേട്ടു. ദൈവത്തിന് ബലഹീനതയില്ല. ഞാൻ ആ സ്റ്റേജിലുണ്ട്. ഉണ്ടെങ്കിൽ ഒരു ബലഹീനത, തന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കേട്ടോ അവൻ അവിടെ അടങ്ങിയിരിക്കാൻ കഴിയില്ലെന്ന്. അതവൻ്റെ ഒരു ബലഹീനതയായിരിക്കാം. ഞാനത് വിശ്വസിക്കുന്നു. ക്രൂശിക്കപ്പെട്ട കർത്താവ്, കല്ലടക്കം ചെയ്യപ്പെട്ട കർത്താവ് കല്ലറയെ തകർത്ത് സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ച അതിരാവിലെ കല്ലറയുടെ മുമ്പിൽ നിന്ന് വന്നവരെല്ലാം ഓടിപ്പോയി. സഹോദരന്മാർ, ഒരു സഹോദരി അവിടെ നിന്ന് കരയുക 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 കരയുക. അപ്പോൾ ഒരാളവിടെ വന്നു. അവൾ വിചാരിച്ച് തോട്ടം സൂക്ഷിപ്പുകാരനാണെന്ന്. യജമാനനെ, നീ
എൻ്റെ പ്രിയപ്പെട്ട കർത്താവിനെ ഇവിടെ വെച്ച് ഞാനെടുത്തുകൊണ്ട് പോയിക്കോളാം. അപ്പോൾ അവൾ റബൂനി, അവൾ മറിയേന്നവൻ വിളിച്ചു, അവൾ റബൂനി എന്ന് പ്രതികരിച്ചു. അവൾക്ക് മനസ്സിലായി ഇത് യേശു കർത്താവാണ്. നാം പറയാൻ പോകുന്ന എന്നോട് ശ്രദ്ധിക്കണം. അടുത്ത വാചകത്തിൽ കർത്താവ് പറഞ്ഞ എന്തെന്നറിയാമോ? നീ എന്നെ തൊടരുത്. ഞാനിതുവരെ പിതാവിൻ്റെ അടുക്ക പോയില്ല. അത് വായിക്കുമ്പോൾ ഞാൻ കരയും. ദൈവദാസൻ സ്വർഗത്തിലേക്ക് അവൻ ഉയരത്തിലേക്ക് പോവുകയാണ്. പാതാളത്തിൽ കയറി ബദ്ധന്മാരെ പിടിച്ച് അതിമഹത്വ ദൗത്യവുമായി സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കർത്താവ് കല്ലറയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നൊരു പാവപ്പെട്ട സഹോദരിയുടെ കണ്ണുനീര് കണ്ടപ്പോൾ റൂട്ട് മാറ്റി കല്ലറയുടെ മുമ്പിൽ ഇറങ്ങി വന്നെങ്കിൽ എനിക്കിവിടെ വന്ന നിങ്ങളുടെ പേരും വീട്ടുപേരും ഒന്നും അറിയില്ല. ഈ രാവിലെ കരയുന്ന ദൈവവേദനയെ നിനക്ക് വേണ്ടി അവൻ ചില പദ്ധതികളെ മാറ്റിമറിക്കും. പിശാചിൻ്റെ പ്ലാനുകളെ അവൻ വെട്ടിമാറ്റും. ഓ ഷൽഖബറോനിയ ദംതുനിയ, അവൻ ചില പ്രോഗ്രാമുകൾ മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുന്നു. നിന്റെ കണ്ണും നിന്റെ മുമ്പിൽ അവൻ ചില റൂട്ടുകൾ മാറ്റി വാങ്ങും. ശക്തിയോട് കരങ്ങളുടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. കണ്ണുനീരിന് മുമ്പിൽ ദൈവം തീരുമാനങ്ങൾ മാറ്റും. സ്വതന്ത്രം ഒരു ഭക്തന്റെ കണ്ണുനീരിന് മുമ്പിൽ, ഒരു ദൈവബദലിന്റെ കണ്ണുനീരിന് മുമ്പിൽ ദൈവം തീരുമാനങ്ങൾ മാറ്റും. കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്കിൽ ഡിക്രീസ് എന്നാണ് പറയുന്നത്. മനുഷ്യൻ പറയുന്ന പോലെ അല്ല, അത് ഓർഡറുകളാണ്. അത് തിരുത്തപ്പെടുന്നതല്ല. തിരുത്തപ്പെടേണ്ടതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രാർത്ഥനയുടെ മുമ്പിൽ തീരുമാനങ്ങൾ പോലും മാറ്റിമറിക്കപ്പെടും. ഒന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മുടെ മെയിൻ വിഷയന്മാരുടെ വിടരുത്. ഇവിടെ എഴുതിയിരിക്കുന്ന അവൻ ദൈവം വിടുവിച്ചു, ആയുസ് ദീർഘമാക്കി, 15 വർഷം ഇവിടെ കൊടുത്തു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവം ചെയ്ത ഉപകാരത്തിനൊത്തവണ്ണം നടന്നില്ല. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നമുക്ക് തന്നത്. അത് മറക്കരുത്. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യം. 1 Samuel chapter 15 verse 10. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായതെന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതെങ്കിൽ ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. ശമൂവേൽ ശൗലിനെ എതിരേൽപ്പാൻ 35-ാം വാക്യം വായിക്കും. 35-ാം വാക്യം വായിച്ചു. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. അടുത്തത് യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിന് രാജാവാക്കിയത് കൊണ്ട് അനുതപിച്ചു. ആരാണ് ശൗൽ? ഹലോ, ആരാണ് ശൗൽ? ഒന്നാമത്തെ ഇസ്രായേലിന്റെ രാജാവ്. എന്തുവായിരുന്നു പുള്ളിയുടെ പരിപാടി? കഴുതയെ തേടി നടക്കുക. കഴുതയെ തേടി നടന്നവനെ ദൈവം ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവാക്കി. വില കുറഞ്ഞതിൻ്റെ പുറകെ നടന്നവനെ ദൈവം വിലയേറിയവനാക്കി മാറ്റി. പ്രയർ സെന്ററിൽ വന്ന ദൈവമക്കളെ ഇടി വെട്ടുന്ന പോലെ ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കുന്നവരായിരിക്കും, സന്തോഷമുണ്ട്. എന്നറിയാമോ? വില കുറഞ്ഞതിൻ്റെ പുറകെ നടന്ന നമ്മളെയൊക്കെ ദൈവം വിലയുള്ളവരാക്കി മാറ്റി. നന്നായി ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. വില കുറഞ്ഞതിൻ്റെ പുറകെ സ്തോത്രം. വില കുറഞ്ഞതിൻ്റെ പുറകെ നടന്നവ നമ്മളെ വിലയേറിയവരാക്കി ദൈവം മാറ്റി. ഈ ചില ആളുകളൊക്കെ ധരിച്ചിരിക്കുന്നത് ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ, ഞാനിത് ജനിച്ചു വളർന്നവനാ, എനിക്ക് തോന്നുന്നു ദേവദാസനൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ മാഹാത്മ്യം അല്ലാതെ എന്നവർക്ക് അറിയാവുന്നത് ഇതേതാണ്ട് കുറഞ്ഞ മാർഗമാണെന്നാണ്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മാർഗ്ഗമാണ്. നമ്മുടെ പിള്ളേരോടൊക്കെ ഇത് മനസ്സിലാക്കിക്കണം. ഏതാണ്ട് ഏറ്റവും കുറഞ്ഞ മാർഗ്ഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കി തരാം. ഇതിനകത്തിരിക്കുന്നവർ എവിടെ നിന്നൊക്കെ വന്നവരായിരിക്കുന്നവർ CSA എന്നുള്ളവരുണ്ട്, CSA എന്നുള്ളവരുണ്ട്, CMSC എന്നുള്ളവരുണ്ട്, മർത്തോമ എന്നുള്ളവരുണ്ട്, യാക്കോബ എന്നുള്ളവരുണ്ട്, കത്തോലിക്ക എന്നുള്ളവരുണ്ട്, പിന്നെ SNDP ഉണ്ട്, NSS ഉണ്ട്. എൻ്റെ ചർച്ചിലും അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ 70-60% ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തമിഴ്ദാസൊക്കെ അറിയാം. അപ്പോൾ എല്ലായിടത്തു നിന്നും വന്നവരുണ്ട്. അപ്പോൾ ഇവിടുന്ന് എല്ലാം ആരും എങ്ങോട്ടാണ് വരുന്നത്? പറഞ്ഞാട്ടെ, എങ്ങോട്ടാണ് വരുന്നത്? പെന്തക്കോസ്തിലേക്ക്.
ഇവിടുന്ന് ആരെങ്കിലും ഒരു ഉടക്കനോ പിടക്കനോ പശകനോ എല്ലാം പോയെന്ന് വരാം. പക്ഷേ ദൈവത്തിൻ്റെ കൃപ അറിഞ്ഞ് ഒരുത്തൻ ഇവിടുന്ന് പോവോ? എല്ലായിടത്തും നിന്നും ആളുകൾ വന്നു നിൽക്കുന്നത് പെന്തക്കോസ്തിലേക്കാണ്. ഇത് പിള്ളേർ പഠിപ്പിക്കണം, പുതുതായി വന്നവരും പഠിക്കണം. കാരണം ഇത് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് റെവലേഷനാണ്. പെന്തക്കോസ് പരിശുദ്ധാത്മ ശക്തി, അന്യഭാഷ ആരാധന, ഹല്ലേലൂയ, ഇത് പരിശുദ്ധാത്മാവുള്ള ആരാധന. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് റെവലേഷനാണ്. കയ്യൊന്നൊരു ചോദ്യം പറഞ്ഞേ, ഏതാണ്ട് കുറഞ്ഞ മാർഗത്തിലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, ശ്രേഷ്ഠമേറിയ മാർഗത്തിലാണ്. നമ്മുടെ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കണം. കുറഞ്ഞ മാർഗമല്ല കുഞ്ഞെ. ഓൾവേഡ് കോടാനുകോടികൾ ഈ സത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വില കുറഞ്ഞ നമ്മെ വില കൂടിയവനാക്കി ദൈവം മാറ്റി. ആ അഭിമാനം എപ്പോഴും ഉണ്ടാകണം. ആദ്യം നമ്മൾ നോക്കണ്ട, അത് ഞാൻ പിന്നെ പറയാൻ സമയമുണ്ട്. സ്വതന്ത്രം സ്വതന്ത്രം. പക്ഷെ ഇവനെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? ശൗലിനെ രാജാവാക്കിയതിൽ പറഞ്ഞേ, ദൈവം ദുഃഖിച്ചു. അടുത്തത് ശമൂവേലും ദുഃഖിച്ചു. പിന്നെ ദൈവം അനുതപിച്ചു. ഒന്നുകൂടെ പറയാം, ഒരുപക്ഷെ ഇന്നത്തേക്കായിരിക്കില്ല, വരും കാലത്തേക്ക് ദൂത് കിടക്കട്ടെ. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നിനക്കും എനിക്കും തന്നത്. പക്ഷേ ദൈവം നിന്നെ കുറിച്ച് അനുതപിപ്പാനിട വരരുത്. തന്നുപോയല്ലോ, കൊടുത്തുപോയല്ലോ എന്ന് ദൈവം നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ദുഃഖിക്കാനിട വരരുത്. സത്യത്തിൽ ഈ ആത്മീയ കോളത്തിലെ പലരെയും നോക്കി ദൈവം കരയുക. ഈ പെന്തക്കോസ്തിലെ പല എണ്ണത്തെ നോക്കി ദൈവം കരയുക. കൊടുത്തുപോയല്ലോ, ചെയ്തു പോയല്ലോ, തന്നുപോയല്ലോ. അത്ര അഹങ്കാരം തറുത്ത പലതും ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, മക്കളെ, കുഞ്ഞെ, മറ്റു പലർക്കും ലഭിക്കാത്ത സൗന്ദര്യം, മറ്റു പലർക്കും ലഭിക്കാത്ത ബുദ്ധി, മറ്റു പലർക്കും ലഭിക്കാത്ത ആരോഗ്യം, മറ്റു പലർക്കും ലഭിക്കാത്ത സമ്പത്തും വീടും, സ്നേഹിക്കുന്ന അപ്പനും പ്രാർത്ഥിക്കുന്ന അമ്മയെ, അനുഗ്രഹിക്കപ്പെട്ട സഭയും, ഇടിവിൽ നിൽക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരെയൊക്കെ ദൈവം നിനക്ക് നൽകിയപ്പോൾ നീ ഓർത്തോണം, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണിത്. ഞാൻ നമ്മുടെ കേരള PIPA ക്യാമ്പിൽ തിരുവനന്തപുരം, അത് യൂട്യൂബിലൊക്കെ ഉണ്ട്, അതിൻ്റെ കട്ടിങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഈ വിഷയം വേറെ ലെവലിൽ ഞാൻ പ്രസംഗിക്കേണ്ടി വന്നു. പിള്ളേരെല്ലാം കരയുകയായിരുന്നു, ഭയങ്കര ആത്മവ്യാപാരമായിരുന്നു, അവസാനം ഇടിച്ച് കയറുമായിരുന്നു പ്രാർത്ഥനയ്ക്കായി. ഞാൻ പറഞ്ഞു, മക്കളെ, നിൻ്റെ 70,000 ലാപ്ടോപ്പ് ഉണ്ട്, 1,00,000 ഐപാഡുണ്ട്. പക്ഷെ അറിയണം, ഇവിടെ ഇരിക്കുന്ന കുറച്ച് കൊല്ലം വന്നിട്ടുള്ള ചെറുപ്പക്കാര്, അവരോടാണ് ഇത് പ്രസംഗിക്കണ്ടേ. പക്ഷെ നീ ഓർത്തണം, 50 രൂപ, എനിക്കറിയത്തില്ല, 50 രൂപ കൊടുത്താൽ ഒരു നോട്ട്ബുക്ക് കിട്ടും. 50 രൂപ കൊടുത്തൊരു നോട്ട്ബുക്ക് വാങ്ങാൻ നിവർത്തിയില്ലാത്ത 10,000 ഈ കേരളത്തിലുണ്ട്. അപ്പോഴാണ് 1,00,000 ഐപാഡും കൊണ്ട് നീ നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നീ ചോദിക്കണം, എന്തുകൊണ്ട് ഞാൻ ആ വീട്ടിൽ ജനിച്ചില്ല? ആ കുഞ്ഞ് ആ വീട്ടിൽ ജനിച്ചതും നീ ഇവിടെ ജനിച്ചതും നിന്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. തന്നുപോയല്ലോ എന്ന് ദൈവം പറയാനിടയാകരുത്, കൊടുത്തുപോയല്ലോ എന്നിടയാകരുത്. കഷ്ടതയുടെ വേളയിൽ, ഇല്ലായ്മയുടെ വേളയിൽ വന്ന് മുട്ടിമേ നിൽക്കും, കരയും, പ്രാർത്ഥിക്കും, കൈയടിക്കും, സ്തോത്രം പറയും, അന്യഭാഷ പറയും. കടച്ചിൽ കണ്ട് ദൈവം അവസ്ഥ മാറുമ്പോൾ ഇതെല്ലാം മാറും. പലരുടെയും ജീവിതം അതാണ്. പിന്നെ സഭ ഞാൻ പറഞ്ഞ പോലെ പോകണം, പാസ്റ്ററിന്റെ വിരൽ തുമ്പി കിടന്ന് കറങ്ങണം, എല്ലാം ഞാൻ. നോ, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നിനക്ക് തന്നത്. തമ്പുരാൻ നിന്നെ നോക്കി ഒരു തവണ പോലും നിന്റെ അഹങ്കാരം കൊണ്ട്, ഉന്നതഭാവം കൊണ്ട് തന്നുപോയല്ലോ, കൊടുത്തുപോയല്ലോ എന്ന് പറയാനിടയാകരുത്. 2, അത് പറയുമോ? പിന്നെ പറയാം, ദൈവത്തിന് അറിയില്ലയോ, പറയാം. 2, ആരും ദുഃഖിച്ചു? പറഞ്ഞാട്ടെ. ശമൂവേൽ രാത്രി മുഴുവൻ കരഞ്ഞു. ആര്? ശമൂവേൽ. ഉള്ള കൊച്ചുങ്ങളോട് ഞാൻ പറയട്ടെ, മക്കളെ, നീ ഉയർത്തപ്പെട്ട് കാണാൻ, നീ മാന്യനായി കാണാൻ, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി കാണാൻ നിനക്ക് വേണ്ടി കരയുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഭാ പാസ്റ്റർ, നിന്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ ഉയർത്തണം, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം.
അവൻ ഭാഗ്യനാകണം, അവൾ ശ്രേഷ്ഠയാകണം. നിനക്ക് വേണ്ടി കരയുന്ന നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഭ, നിന്റെ പാസ്റ്റർ, നീ നിമിത്തം നാളെ ദുഃഖിക്കാനിടവരരുത് കേട്ടോ. കരയാനിടവരരുത്, കരയാനിടവരരുത്. നിനക്കായി കരഞ്ഞ നിന്റെ അപ്പൻ, നിനക്കായി കരഞ്ഞ നിന്റെ അമ്മ, നാളെ നീ നിമിത്തം കരയാനിടവരരുത്. ഞാൻ ചെറുപ്പക്കാരെല്ലാം വിശ്വാസി ചെയ്ത് ഓർത്തോണം. വരുമ്പം കൈപിടിച്ചുയർത്തി സാക്ഷി പറയുന്നത് ഒരു പ്രാർത്ഥിക്കുന്ന പോലെ. ഇതെല്ലാം പറഞ്ഞ് ഞാൻ 4 പതിറ്റാണ്ടോട് പാസ്റ്ററോടാണ് സഭയുടെ. കൈപിടിച്ചുയർത്തി കൊണ്ടുവന്ന് കഴിയുമ്പോൾ 4 വാക്ക് പറയാൻ പ്രാപ്തിയാകുമ്പോൾ മട്ടം മാറുക. ചങ്കിന് കൊള്ളുന്ന വാക്കൊക്കെ അവന് പറയുന്നത്. ഇത് കുഞ്ഞേ, നിൻ്റെ അപ്പനോട് നീ അത് ചെയ്യരുത്, അമ്മയോട് ചെയ്യരുത്, പാസ്റ്ററോട് ചെയ്യരുത്, അധ്യാപകനോട് ചെയ്യരുത്. ഞാൻ മക്കളോടൊക്കെ പറയും, മക്കളെ, നീ സന്തോഷിക്കുമ്പോൾ നിൻ്റെ കൂടെ സന്തോഷിപ്പാൻ ഒത്തിരി ആളുകൾ കാണും. നീ കരയുമ്പോൾ നിൻ്റെ കൂടെ കരയാൻ അധികം ആൾ കാണില്ല. നീ സന്തോഷിച്ചപ്പോൾ നിൻ്റെ കൂടെ സന്തോഷിച്ചവരെ നീ മറന്നാലും, നീ കരഞ്ഞപ്പോൾ നിൻ്റെ കൂടെ കരഞ്ഞവരെ നീ മറക്കരുത്. അവരാണ് നിൻ്റെ യഥാർത്ഥ സ്നേഹിതർ. പറ്റുമാനം ഉള്ളപ്പൻ പറ്റിക്കൊടുന്നവരല്ല. നിന്റെ ഒന്നുമില്ലായ്മയുടെ നാളിൽ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയും നിനക്കായി കരയുകയും നിനക്കായി പ്രാർത്ഥിക്കുകയും നിന്റെ ഉയർച്ച ആഗ്രഹിക്കുകയും ചെയ്തവർ, അവരെ ഒരിക്കലും മറക്കരുത്. കയ്യൊന്നുയർത്തി വായം തുറന്ന് ശക്തിയോട് സ്തോത്രം പറഞ്ഞേ. നമ്മളെത്ര ഉണർവ് യോഗം കേൾക്കുന്ന, ഇതിൽ ചിലതെങ്കിലും നമ്മുടെ ഉള്ളിൽ കയറട്ടെ. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ ശൗലിനെ തള്ളിയെന്നറിയിക്കുക, നീ എത്രത്തോളം അവനെ ഓർത്ത് കരയും. 16 അധ്യായം. നീ എഴുന്നേക്ക്, തൈലക്കൊമ്പിൽ തൈലം നിലപ്പെടെ ഇറങ്ങാൻ പറഞ്ഞു. അതിന് മുമ്പേ പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾക്ക് ഒരു സംശയം വരാം, ദൈവം ദുഃഖിക്കുമോ? ഞാൻ നോക്കി, മോൺ, റിപ്പൻറ്റ്, റിഗ്രറ്റ്, ഈ പദമാണ് യോജിച്ചിരിക്കുന്നത്. മുമ്പേ പറഞ്ഞ പോലെ സക്രിയാപ്പരത്ത് പറഞ്ഞു, അനുതപിപ്പാൻ അവൻ മനുഷ്യനല്ല, അവൻ മനുഷ്യപുത്രനും അല്ല. ദൈവം അനുതപിക്കുമെന്നോ ദുഃഖിക്കത്തുമില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ദുഃഖിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താ ദൈവം ദുഃഖിക്കാൻ കാരണം? ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ ശൗൽ അനുസരണക്കേട് കാണിക്കുമെന്ന്? സ്തോത്രം, അറിയാമായിരുന്നു. യൂദാ ഒറ്റിക്കൊടുക്കുമെന്ന് തമ്പുരാൻ അറിയത്തില്ലായിരുന്നോ? പറഞ്ഞാട്ട് ദൈവമക്കളെ അറിയാം. യോന അനുസരണക്കേട് കാണിക്കുന്ന പാസ്റ്ററെ തമ്പുരാൻ അറിയത്തില്ലായിരുന്നോ? അവിടെ എൻ്റെ കർത്താവിൻ്റെ കൃപ, എനിക്കിതൊന്നും കരയാതെ പ്രസംഗിക്കില്ല. ഇവിടെ എല്ലാവരും തെരഞ്ഞെടുപ്പ് നടത്തിയത് അബദ്ധത്തിലാണ്. പലരും പറയുന്ന അബദ്ധം പറ്റിപ്പോയി, ഇവൻ ഇങ്ങനത്തവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ കൂടെ നിർത്തത്തില്ല. കല്യാണം കഴിച്ച് ഇത്രയും നാളായിട്ടും പറഞ്ഞ അബദ്ധം പറ്റിപ്പോയി. എന്താ പറയും, ചക്കയാണോ ചുളച്ച് നോക്കാൻ? അറിയാതെ തിരഞ്ഞെടുത്ത് പോയതാ, അബദ്ധം പറ്റിപ്പോയതാ. ഇവൻ ചതിക്കുമെന്ന്, ഇവൻ വഞ്ചിക്കുമെന്ന്, ഇവൻ പറ്റിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ദിവസം കൂടെ നിർത്തത്തില്ല. പലരെയും തിരഞ്ഞെടുത്തത് അറിയാതാ. പക്ഷെ ഇന്ന് ഫ്രയർ സണ്ടിൽ ആരാധിക്കാമെന്ന ദൈവപൈതലിനോട്, ദൈവകുഞ്ഞെ, നിന്നോട് ഞാൻ ദൈവാത്മാവിൽ പറയാം, നിന്നെ തെരഞ്ഞെടുത്തതിൽ എൻ്റെ കർത്താവിന് അബദ്ധം പറ്റിയിട്ടില്ല. നീ ആരാണെന്ന് അറിയാതല്ല അവൻ തെരഞ്ഞെടുത്തത്. നിന്റെ ശക്തിയും ശക്തിഹീനതയും നിന്റെ ബലവും ബലഹീനതയും എൻ്റെ ദൈവത്തിന് അറിയാം. ഭീമോനച്ചൻ ആരാന്ന് അറിയാതല്ല എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. എൻ്റെ ബലവും ബലഹീനതയും ശക്തിയും ശക്തിഹീനതയും അറിഞ്ഞുകൊണ്ടവൻ തെരഞ്ഞെടുത്തു. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തു.
ഒന്നുകൂടെ പറയാം, നിന്നെ തെരഞ്ഞെടുത്തതിൽ, എന്നെ തെരഞ്ഞെടുത്തതിൽ എന്റെ ദൈവത്തിന് അബദ്ധം പറ്റിയിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് ഞാൻ ആരാണെന്ന് അവൻ അറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടും അവരെന്നെ തെരഞ്ഞെടുത്തു. ഞാൻ അറിയുന്ന പോലെ എന്നെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ബഹുമാനിക്കില്ല. പക്ഷെ എന്നെ ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്നവനാ എന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞു, ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുദപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറയാം, പലരുടെയും ദൃഷ്ടിയിൽ നീ ഒരു തോൽവിയാ, നീ ഒരു പരാജയമാ. നിന്നെ തെരഞ്ഞെടുത്തത് എന്തിനെന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ പറയാം, എന്റെ കർത്താവ് നിന്നെ അറിയാതല്ല തെരഞ്ഞെടുത്തത്, അബദ്ധത്തിലല്ല. നിന്നെ തെരഞ്ഞെടുത്തതിൽ എന്റെ ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. ശക്തിയോടെ ദൈവത്തെ സൂചിച്ചോണ്ട് പറ, എന്റെ കർത്താവിന് തെറ്റുപറ്റിയിട്ടില്ല. അല്പസമയം ശക്തിയോടെ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് ആ നല്ല കരുണ കർത്താവിനെ, കർത്താവിന്റെ കരുതലോർത്ത്, കരുണയോർത്ത് എല്ലാവരും കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ പാപിയായ എന്നെ, ദോഷിയായ എന്നെ, ബലഹീനനായ എന്നെ, അവിശ്വസ്തനായ എന്നെ, കുറവുള്ള എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ, എല്ലാവരും തള്ളി എന്നെ, ഒരു നന്മയില്ലാത്ത എന്നെ അങ്ങ് തെരഞ്ഞെടുത്തല്ലോ. യോനാനുസരണക്കേട് കാണിക്കുമെന്നെ ദൈവത്തിന് അറിയാം. ശൗല് അഹങ്കരിക്കും ദൈവത്തിനറിയാം. യൂദ ഒറ്റിക്കൊടുക്കും ദൈവത്തിനറിയാം. പത്രോസ് തള്ളി പറയുന്നറിയാം. എന്നിട്ടും അവൻ തെരഞ്ഞെടുത്തു. അവിടെ ആ കർത്താവിൻ്റെ സ്നേഹം. ഇത്രയും നാളായി നമ്മളെ സ്വഭാവമെല്ലാം അറിഞ്ഞിട്ട് കർത്താവ് കൂടെ നിർത്തുന്നില്ലേ? സ്തോത്രമൊന്നും പറയുന്നില്ലല്ലോ. മനസ്സിലാകുന്നില്ല? അറിയാതാണോ? എല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും കർത്താവ് മാറോട് ചേർത്ത് നിർത്തിയിരിക്കുക. നിന്നെ അറിഞ്ഞിടാതെ പോയ നാളിനിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, കൈയടിച്ചേ, നിന്നെ അറിഞ്ഞിടാതെ പോയ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. എന്നെ അനുദിനാതെ നടത്തിടാം, വീഴാതെ അങ്ങു നിൻ അടുക്കലെത്തുവാൻ. എന്നെ അനുദിനം നടത്തണം, വീഴാതെ അങ്ങു നിന്നടുക്കലെത്തിടാ. ആലംബമായിടും ആത്മാവെ തന്നതാ, ആലംബമായിടും ആത്മാവെ തന്നതാ. സ്തോത്രയാഗമെന്ന് അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്ന് അർപ്പിച്ചിടും ഞാൻ. നയമാനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവന് അന്യജാതിക്കാരനായിരിക്കുമ്പോൾ, അവൻ രാജാവിൻ്റെ സേനാധിപതി ആയിരുന്നപ്പോൾ ആരാമിന് അവൻ നയമാൻ മുഖാന്തരം ആര് ജയം നൽകിയെന്ന? ദൈവം ജയം നൽകി. നയമാനെ ദൈവത്തെ അറിഞ്ഞുകൂടാ. കോരേശനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, കോരേശൻ്റെ ഇടയൻ, കോരേശന് ദൈവത്തെ അറിഞ്ഞില്ല. അപ്പോഴേ ദൈവം അവനെ കയറി വിളിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, ദൈവം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാ? പെന്തക്കോസ്തി വന്ന ശേഷമല്ല. നീ എവിടെ എത്തുമെന്നറിയുന്ന ദൈവം അവിടെ മുതലേ നിന്നെ സ്നേഹിച്ചു തുടങ്ങി. അതെഴുതിയിരിക്കുന്നത് ഞാൻ അവനെ കണ്ടുവച്ചിരുന്നെന്നാ. ഓ ഓ ഓ ഓ നോക്കി വെച്ചിരുന്നു. നയമാനെ ദൈവം നോട്ടമിട്ടിരുന്നു. ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന, സൺഡേയിൽ ഉൾപ്പെടെ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ തമ്പുരാൻ നോട്ട് ചെയ്തിരുന്നു, നോട്ടമിട്ടിരുന്നു. കരമടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞോ. അവൻ നിങ്ങളെ നോക്കി വെച്ചിരുന്നതാ. നോക്കി വെച്ചു.
നിങ്ങൾ പോയ വഴിയിലെല്ലാം അവൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ടായിരുന്നു. നീ ഗോപാലകൃഷ്ണനും കാർത്തിയാനിയും കമലാക്ഷിയും ഒക്കെ ആയിരുന്നപ്പോൾ തന്നെ ദൈവം സ്നേഹിച്ചു. കാരണം അവൻ്റെ നോട്ടം നിന്റെ മേലുണ്ടായിരുന്നു. അവൻ്റെ ഫോർനോളജിൽ നീ എവിടെ എത്തുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് നീ പോയ വഴിയിലെല്ലാം അവനെ സൂക്ഷിച്ചു. നിന്റെ യാത്രകളിൽ നിന്നെ ചതച്ചരച്ച് കളയുവാൻ, റോഡ് ആക്സിഡന്റ് മാറ്റപ്പെടുത്തുവാൻ, കൈകാലുകളെ ഒടിച്ചു കളയാൻ, തകർത്ത് കളയാൻ പിശാച് പദ്ധതിയിട്ടപ്പോഴൊക്കെ ഒരു കരം നീ അറിയാതെ എടുത്തു മാറ്റിക്കൊണ്ടിരുന്നു. ഓ, ശക്തിയോട് സ്തോത്രം പറ. കാരണം എന്റെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടായിരുന്നു. അവൻ നിന്നെ കണ്ടുവച്ചിരുന്നു. അവൻ നിന്നെ നോക്കി വെച്ചിരുന്നു. സ്തോത്രം. ഒന്നുകൂടെ കൈ ഉയർത്തിയായിട്ടൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. കർത്താവ് മുമ്പേ കണ്ടുവച്ചതുകൊണ്ട് ഇവിടെ വന്നതാ. അപ്പൊ കർത്താവ് സ്നേഹിക്കാൻ തുടങ്ങി ഇവിടെ വന്നപ്പോൾ അത് അങ്ങേ സ്നേഹിച്ച് ഇവിടെ കൊണ്ടുവന്നതാ. ഞാൻ ഇടയ്ക്കൊരു ദൂത് കയറ്റുക, പരിശുദ്ധാത്മാവിനോടത് പറയാൻ പറഞ്ഞു. ഈ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇടിവിൽ നിന്നാൽ പവർ ഓഫ് ഇന്റർസീഡിങ് ആയുസ് ദീർഘമാക്കപ്പെടുമോ? വർഷം മുഴുവൻ, ഞാൻ പല കൺവെൻഷൻ പറയാറുണ്ട്, വർഷം മുഴുവൻ നിന്ന് വെള്ളവും വളവും വലിച്ചു കുടിച്ചിട്ടും ഫലം നൽകാത്ത വൃക്ഷത്തെ വെട്ടിക്കളഞ്ഞേക്കാൻ തോട്ട ഉടമസ്ഥൻ ഓർഡർ ഇട്ടു, യജമാൻ ഓർഡർ ഇട്ടു. പിന്നെ അത് നടപ്പാക്കപ്പെടേണ്ടതല്ലേ? പക്ഷേ ആ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. അയാൾ പറഞ്ഞു, 1 വർഷം അവിടെ നിൽക്കട്ടെ, ഫലം നൽകിയില്ലേ വെട്ടിക്കോ. അപ്പം ആ തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ മധ്യസ്ഥതയാൽ ഈ വൃക്ഷത്തിന് 1 വർഷം കൂടെ ആണ്ട് കിട്ടി, മാനസാന്തരത്തിന് അവസരം കിട്ടി. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, കുഞ്ഞേ എന്നോട് കർത്താവ് വിട്ടുപോയിട്ടും പറയാ വീട്ടിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ലൈവായി കേൾക്കും പറഞ്ഞോ, മക്കളെ നിന്നെ റോഡ് ആക്സിഡന്റ് മാറ്റപ്പെടുത്താൻ, നിന്റെ കൈകാലുകളെ ഒടിച്ചു കളയാൻ, വഴിയിൽ നിന്നെ അപായപ്പെടുത്താൻ, നിന്റെ ജീവനെ അപകരിപ്പാൻ പല പ്രാവശ്യം ദുഷ്ടപിശാച് മരണത്തിന്റെ കണിയൊരുക്കി കുടുക്കുരുക്കി നിന്നെ കാത്തിരുന്നതാ. എന്നാൽ നീ അറിയാതൊരു കരം നിന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റി. അതിന് കാരണം ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്. ഒന്നിൽ നിന്റെ അപ്പന്റെ കണ്ണുനീർ, അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ലെ നിന്റെ പാസ്റ്ററുടെ കണ്ണുനീർ, അല്ലെ സഭയുടെ കണ്ണുനീർ നിന്റെ ആയുസ് ദീർഘമാക്കുക. പാപം ചെയ്യുന്ന ജീവിതമേ, നീ തകരാത്ത നിന്റെ മിടുക്കുകൊണ്ടല്ല, ആരുടെയോ മധ്യസ്ഥതയത്രേ. കരയാൻ ആളുണ്ടെങ്കിൽ മാനസാന്തര അവസരം കിട്ടും. കരയാൻ ആളുണ്ടെങ്കിൽ ആയുസ് ദീർഘമാക്കി തരും മാനസാന്തരപ്പെടാൻ. സ്തോത്രം. അവൻ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, അറിഞ്ഞോണ്ട് ആരും തിരഞ്ഞെടുക്കില്ല. പറ്റിക്കുന്നവനെ, വഞ്ചിക്കുന്നവനെ, അനുസരിക്കാത്തവനെ. പക്ഷേ എൻ്റെ എല്ലാ സ്വഭാവവും അറിഞ്ഞിട്ട് എൻ്റെ കർത്താവനെ തിരഞ്ഞെടുത്തു. 2, എന്നെ നോക്കൂ, ഇതാണ് വലിയ ദൂത്. പരാജയപ്പെട്ടവനെ, തോറ്റവനെ, ഒരിക്കലും അവിശ്വസ്തനായവനെ പിന്നെ ആരും കൂടെ നിർത്തത്തില്ല. ഞാൻ നിർത്തത്തില്ല, ഞങ്ങളാരും നിർത്തത്തില്ല. തോറ്റവനെ, പരാജയപ്പെട്ടവനെ എല്ലാവരും തള്ളിക്കളയും. പക്ഷെ തോറ്റവനെ, പരാജയപ്പെട്ടവനെ തള്ളിക്കളയാത്തൊരു കർത്താവുണ്ട്. നീ എവിടെ തോറ്റോ അവിടെ ദൈവം നിന്നെ ജയിക്കാനയക്കും. പരാജയപ്പെട്ടവനെ ജയിക്കാനയക്കും. വാതുറന്ന ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ വാതുറന്ന് ദൈവത്തെ സ്തുതിക്കും കുഞ്ഞെ. ഓ ഷൽഖമാ റൊദുനിയ, നീ എവിടെ തോറ്റോ അവിടെ ജയിക്കാൻ ദൈവം അയക്കും. നീ എവിടെ പരാജയപ്പെട്ടോ അവിടെ ജയിക്കാൻ അയക്കും. മോശ എവിടെ തോറ്റോ അവിടെ ജയിക്കാൻ ദൈവം അയക്കും. യോന എവിടെ തോറ്റോ അവിടെ ജയിക്കാൻ ദൈവം അയക്കും. പത്രോസ് എവിടെ പരാജയപ്പെട്ടോ അവിടെ ജയിക്കാൻ ദൈവം അയക്കും. അവന്റെ കൃപ എത്ര വലുതാ. സ്തോത്രം. 16 അധ്യായത്തിൽ പറഞ്ഞ്, നീ എത്ര നാൾ കരഞ്ഞുകൊണ്ടിരിക്കും? എഴുന്നേക്ക, തൈലക്കമ്പിൽ തൈലം നിറയ്ക്കുക. ശായുടെ പുത്രന്മാർ ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ്. കണ്ടു വച്ചിട്ടുണ്ടെന്ന്. ഒരുത്തൻ അവിശ്വസ്തനാകുമ്പോൾ ഒരു വിശ്വസ്തനെ ദൈവം കണ്ടിരിക്കും.
ഒരിടം പരാജയപ്പെടുമ്പോൾ ഒരു ജയാളി ദൈവം കണ്ടിരിക്കും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? കുഞ്ഞെ, ഒരു വഴി അടയുമ്പോൾ ദൈവം മറ്റൊരു വഴി തുറന്നിരിക്കും. ഒന്ന് തുറന്നിടാതെ മറ്റൊന്ന് അടയാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ നന്മയുടെ ഒരു ഉറവ അടയുമ്പോൾ മറ്റൊരു ഉറവ ദൈവം തുറന്നിരിക്കും. ഹല്ലേലൂയ. നന്മയുടെ ഒരു ഉറവ തുറക്കാതെ അന്ന് അടയാൻ ദൈവം സമ്മതിക്കത്തില്ല. എവിടെ അടയപ്പെട്ടോ, അടയപ്പെട്ട വാതിൽ കണ്ട് നീ കരഞ്ഞുകൊണ്ടിരിക്കരുത്. ദൈവം തുറന്നിട്ട് നന്മയുടെ ഉറവ കണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ഈ അടുത്ത സമയത്തൊരു ലേഖനം എഴുതി, ദൈവം തള്ളിയതിനെ ഓർത്ത് നീ കരയരുത്. കർത്താവിന്റെ ദാസന്മാരുടെ എല്ലാവരുള്ള ദൂതാ. ദൈവം തള്ളിയതിനെ ഓർത്ത് നീ ദുഃഖിക്കരുത്. നമുക്ക് ദുഃഖമാണ് ഒരാൾ വിട്ടുപോകുമ്പോൾ, സ്വാഭാവികമാണ്. ചിലതൊക്കെ നമ്മൾ കരയും, യോ കിട്ടിയില്ലല്ലോ, അവർ പോയല്ലോ. കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു, മോനെ, ഞാൻ തള്ളിയതോർത്ത് നീ ദുഃഖിക്കരുത്. നിനക്കത് വേണ്ടാന്ന് ദൈവം വെച്ചെന്നേ. ആ ജോലി വേണ്ടാന്ന് ദൈവം തീരുമാനിച്ചു. നീ അതോർത്ത് ഭാരപ്പെടുകയും ചെയ്തത്. അടയപ്പെട്ട ഉറവകളെ നോക്കി നീ കരഞ്ഞുകൊണ്ടിരിക്കരുത്. അതിനപ്പുറത്ത് ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ഉറവകൾ നിനക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കാതെ ദൈവം തുറന്ന് ഉറവയോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ശക്തിയോടെ കരങ്ങളടിച്ചേ ദൈവത്തെ സ്തുതിച്ചേ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും ഉറവ അടയപ്പെട്ടോ, എവിടെങ്കിലുമൊക്കെ നന്മയുടെ ഉറവകൾ ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ മൂടിയോ, ഭാരപ്പെടരുത്. അപ്പുറത്ത് അതിനേക്കാൾ ശ്രേഷ്ഠമേറിയത്, ഉന്നതമേറിയത് ദൈവം നിനക്കായി നിന്റെ തലമുറയ്ക്കായി തുറന്നിട്ടിട്ടുണ്ട്. നമ്മുടെ സമയം തീർന്നു വരുന്നല്ലോ. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് മനുഷ്യക്ക് ലഭിച്ചത്. പക്ഷെ അവൻ ജാതികളെക്കാൾ പാപം ചെയ്തു. തൻ്റെ അപ്പൻ്റെ പ്രവൃത്തി അവൻ ഇല്ലാതാക്കി. അവിടെ അവൻ 55 വത്സരം വാണു. പക്ഷെ അവൻ ചെയ്ത ഒത്തിരി നിഷ്ഠൂരതകളുണ്ട്, ഇത്ര മ്ലേച്ഛതകളുണ്ട്. പക്ഷെ ദൈവം അവനെ സഹിച്ചു. മെയിൻ പോയിന്റ് നമ്മൾ ഉപവാസത്തോടല്ലേ. സഹിച്ചെന്ന് മാത്രമല്ല, 55 വർഷം അവനെ വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും തകർത്ത് കളഞ്ഞില്ല. ബാബേലിൽ വിട്ട് മര്യാദ പഠിപ്പിച്ച് തിരിച്ച് സിംഹാസനം കൊണ്ടിരുത്തി. ദൈവം ആരാന്ന് ബോധ്യപ്പെടുത്തി. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ മനശ്ശയെക്കുറിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചാർജ് വെച്ച് അവൻ പിതാക്കന്മാരുടെ പ്രവൃത്തി ഇല്ലാതാക്കി. നമ്മുടെ പിതാക്കന്മാരുടെ നല്ല പേര് നമ്മൾ കളയരുത്, നല്ല പ്രവൃത്തി കളയരുത്. നിന്റെ സന്തതി 58:12 നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി ശൂന്യമായി കിടക്കുന്നത് നിന്റെ തലമുറ കെട്ടിപ്പോകും. കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എല്ലാ കൈ ഉയർത്തിക്കുക. വിശ്വാസം. നമ്മുടെ പിള്ളേരൊക്കെ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളിവിടെ ആരാധിക്കുമ്പോൾ അവിടെ ദൈവശക്തി ആഭരിക്കണം. വിശ്വാസത്തിൽ കൈ ഉയർത്തി പറ, എൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി ശൂന്യമായി കിടക്കുന്നത് എൻ്റെ തലമുറ കെട്ടിപ്പോക്കും. ആരാധിക്കും ദൈവവൈതലേ, പ്രാർത്ഥിക്കും ദൈവവൈതലേ, നിൻ്റെ ആയുസ്സിൽ നിന്നെ കൊണ്ട് സാധിക്കാത്ത ചിലത് ദൈവം നിൻ്റെ തലമുറയെ കൊണ്ട് സാധിക്കും. നിനക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം നിൻ്റെ തലമുറയെ അയക്കും. നിനക്ക് ഉയർത്താൻ കഴിയാത്ത ചില മണ്ഡലങ്ങളിൽ നിൻ്റെ തലമുറ യേശുവിൻ്റെ നാമത്തെ ഉയർത്തും. യേശുവിൻ്റെ നാമത്തിൽ കരമടിച്ച് ആരാധിച്ച് ക്ലെയിം ചെയ്തുകൊള്ളുക, ഏറ്റെടുത്തുകൊള്ളുക, വിശ്വാസത്താൽ കണ്ടുകൊള്ളുക. യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയുമെന്ന് പറ. ഇടിക്കില്ല പണിയും, ഇടിക്കില്ല പണിയും. എൻ്റെ തലമുറ പണിയുന്നവരായി മാറും. പിതാക്കന്മാരെ നല്ല പ്രവൃത്തി അവർ ഇടിച്ചു കളയത്തില്ല. എൻ്റെ തലമുറ പണിയും. തലമുറ തലമുറ ശൂന്യമായി കിടക്കുന്നത് എൻ്റെ തലമുറ കെട്ടിപ്പോക്കും. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോട് പറ. ഹല്ലേലൂയ. 55 വർഷം കട്ട്ഷോട്ട് ചെയ്യണം, ക്രമേ തീർത്തണമല്ലോ. ജാതികളെക്കാൾ മ്ലേച്ഛത ചെയ്ത, അപ്പൻ്റെ പ്രവൃത്തി ഇല്ലാതാക്കിയ, മക്കളെ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ച, വളരെ ദുഷ്ടതകൾ ചെയ്ത മനശ്ശയെ ദൈവം പകർത്തില്ല. ശൗലിനെ അനുസരണക്കേട് കാണിച്ചപ്പോൾ 2 വർഷം കൊണ്ട് രാജസ്ഥാൻ നീക്കി. കുറച്ചാളുടെ പുള്ളി ആ കസേര ഇരുന്നു. കറണ്ട് പോയാലും ഫാൻ കുറേ കറങ്ങുമല്ലോ. ദൈവം എടുത്ത് കളഞ്ഞാലും ചിലർ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അത് ദൈവം ഇരുത്തിയതല്ല, അള്ളിപ്പിടിച്ചിരിക്കുക. സ്തോത്രം. എന്നാൽ ഈ മനസ്സെ ദൈവം 55 വർഷം സഹിച്ചെന്ന് മനസ്സിലാകുന്നില്ലേ?
ദൈവത്തിന് മോഹവൃക്ഷം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ പറ? ഇല്ല. പിന്നെ ഞാൻ ചോദിച്ചു, കർത്താവേ, ശൗലിനോട് കാണിക്കാത്ത ദയാ എന്തിനു മനശ്ശയോട് കാണിച്ചു? കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് കരുണ തോന്നുള്ളൂ, ഞാൻ കരുണ തോന്നും. എനിക്ക് ദയ തോന്നുള്ളൂ, ദയ തോന്നും. ഞാൻ കർത്താവിൽ നിങ്ങളോട് പറയും, ഇന്ന് നെഞ്ചത്ത് കൈവച്ചോണ്ട് പറയണം, കുഞ്ഞേ, എന്നോട് കർത്താവ് പറഞ്ഞു, മോനെ, മറ്റു പലരോട് കാണിക്കാത്ത കരുണയാ ഞാൻ നിന്നോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവങ്ങളെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറ. നിങ്ങളോടുള്ള ദൂതി ഞാൻ പറയാം, ഞങ്ങളൊക്കെ ദൈവത്തിൽ കരയപ്പെടും. കർത്താവേ, മറ്റു പലരോട് കാണിക്കാത്ത കരുണ എന്നോട് കാണിക്കുന്ന എന്തിനാ? മറ്റു പലരോട് കാണിക്കാത്ത ദൈവം നിന്നോട്, നിന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത്. ആ ചെറിയാൻ സാറ് പാടി, എന്നിൽ നിന്ന് സ്നേഹ കാരണം എന്നറിവിനകാതമേ ജീവനും നൽകി സ്നേഹിപ്പാൻ പാവിൽ കണ്ടതെന്ത് നീ? ആരോ പാടി, എന്തു കണ്ടു? എന്നെ സ്നേഹിപ്പാൻ, എന്നെ മാനിക്കാൻ. കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞവനല്ല അത് തന്നെ പറയും. ഈ 4 പതിറ്റാണ്ട് യേശുവിനെ ഉയർത്തും. ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിക്കുക, എന്നെ എത്തുവിനായിത്താവ് ഇത്രേ സ്നേഹിക്കുന്നത്? എനിക്കറിയില്ല. ചെറിയാൻ സാറ് പറഞ്ഞു, എന്നിൽ നിന്ന് സ്നേഹ കാരണം എന്നറിവിനാഘാതമേ. സോദരൻ, എന്നാൽ ഇവിടെ കാരണം ദൈവം പറഞ്ഞ് ഞാൻ പറയാം, ഉപവസിക്കുന്നവർക്ക് ബലമാകും. എന്തുകൊണ്ടും മനശ്ശയെ ദൈവം തകർത്ത് കളഞ്ഞില്ല. 55 വർഷം ദൈവനെ സഹിക്കാൻ കാര്യം എന്താണ്? അതിന് കാരണം ദയവായി ഒന്ന് വായിച്ചാട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 2 Kings chapter 21:1. അവരുടെ പേര്, അപ്പന്റെ അമ്മയുടെ പേരെന്ന് അറിയാൻ വേണ്ടി വായിക്കുന്നേ ഉള്ളൂ. ഒന്ന് വായിച്ചോ. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹെഫ്സിബ എന്ന് പേർ. എന്നാൽ യഹോവ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾക്കൊത്തവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവന്റെ അപ്പനായ ഹിസ്കിയാവ്. അവർ രണ്ടുപേരുടെ പേരറിയാൻ വേണ്ടി മാത്രം ഞാൻ ആ വാക്യം വായിച്ചതുള്ളൂ. അപ്പൻ്റെ അമ്മയുടെ പേര്, അപ്പൻ്റെ പേര് ഹിസ്കിയാവ്. വായിച്ച അപ്പനെ, അമ്മയെ കുറിച്ച് കൂടെ വായിക്കുന്നത്. ഹിസ്കിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു. ഹിസ്കിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യാഖ്, എൻ്റെ ബലമെന്നായിരുന്നു. ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നായിരുന്നു. എക്സിബ എന്ന വാക്കിന് ഇവിടെ എക്സിബാക്കാരൊക്കെ കാണും, പല അർത്ഥങ്ങൾ ബൈബിൾ കൊടുത്തിട്ടുണ്ട്. ഒന്നിലധികം അർത്ഥങ്ങൾ എക്സിബായിക്കുണ്ട്. അതിൽ ഒരർത്ഥം ഇതാ, അതെൻ്റെ സന്തോഷം അവനിൽ എന്നായിരുന്നു. ഒന്ന് പറഞ്ഞാട്ട്, എൻ്റെ സന്തോഷം. യാഹന്റെ ബലമെന്ന് പറഞ്ഞൊരപ്പൻ്റെയും എൻ്റെ സന്തോഷം അവനിലെന്ന് പറഞ്ഞൊരമ്മയുടെയും മകനായിരുന്നു ആര്? മനശ്ശ. അതിലേക്ക് ഞാൻ വരാം. അങ്ങനെയാണെങ്കിൽ മനശ്ശ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 51-ാം വാക്യം, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പ്രതിഭവനവും. എടുത്തോ വായിക്കും മോളെ, വായിക്കും. ആരാ വായിക്കുന്നത്? 41-41 വായിക്കും, കൂടെ വായിക്കാം, എല്ലാവരും കേൾക്കട്ടെ, ഞാൻ പറയുന്നത് നല്ലതാണ്. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പ്രതിഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദിജാതനെ മനശ്ശെ എന്ന വാക്കിൻ്റെ അർത്ഥം മറക്കുമാറാക്കുന്നവൻ. എന്തോ മറക്കുമാറാക്കുന്നവൻ? കഷ്ടത മറക്കുമാറാക്കുന്നവൻ. അടുത്ത പദം, സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് യോസേഫ് തന്റെ മക്കൾക്ക് പേരിടുക. എൻ്റെ സകല കഷ്ടതയും ദൈവം എന്നെ മറക്കുമാറാക്കി. മനശ്ശെ സങ്കടദേശ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ദൈവമക്കളെ, സങ്കടദേശത്താണ് വർധനവ്. എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനവുണ്ട്. ഓ, നിങ്ങളുടെ കൈ ഉയർന്നില്ലല്ലോ. സങ്കടം വരുമ്പോൾ ഓർക്കുക, ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുക. സങ്കടദേശത്താണ് വർധനവ്. സങ്കടം വരുമ്പോൾ ദൈവം വർദ്ധിപ്പിക്കും. മനശ്ശെ എന്ന വാക്കിൻ്റെ അർത്ഥം മറക്കുമാറാക്കുന്നവൻ. എന്തോ മറക്കുമാറാക്കുന്നവൻ? കഷ്ടത മറക്കുമാറാക്കുന്നവൻ. അവൻ ആദ്യം ദൈവത്തെ മറന്നു, പിന്നെ അവൻ ദൈവത്തെ മറക്കുമാറാക്കി തൻ്റെ ജനം. ഹിസ്കിയാവ്, യാഹന്റെ ബലം. ഹിസ്കിയാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവൻ ദൈവത്തിൽ ആശ്രയിക്കുമാറാക്കി.
യോശാഫാത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നവൻ തിരിച്ചു വന്നു, ആളുകളെ തിരിച്ചു വരുത്തി. 2 ദിനവൃത്താന്തം 19:4, യെശയ്യാവ് 36:15. യൊരോബെയാം പാപം ചെയ്തു, ചെയ്യിപ്പിച്ചു. പത്രോസ് തിരികെ വന്നു, തിരിച്ചു വരുത്തി. നിങ്ങൾ എങ്ങനെയാ സ്വാധീനിക്കുന്നേ? ജനത്തിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നവനോ വിശ്വാസം കെടുത്തുന്നവരോ? ആലയത്തിലേക്ക് ആത്മാക്കളെ ആകർഷിക്കുന്നവനോ അകറ്റുന്നവരോ? ഞാൻ കൂടെ എൻ്റെ പ്രഭാഷണം ദൈവമക്കളോട് പറയും, എപ്പോഴും പ്രാർത്ഥിച്ചോണം, കർത്താവേ ഞാൻ നിമിത്തം ഒരാൾ ഈ കൃപ വന്നില്ലേലും, എല്ലാവരും പ്രാർത്ഥിച്ചോണം, ഇവിടുത്തെ ആളും പ്രാർത്ഥിച്ചോണം, ഞാൻ നിമിത്തം ഒരാളിവിടെ വന്നില്ലേലും ഞാൻ നിമിത്തം ഒരാൾ ഈ കൃപ വിട്ട് പോകാനിട വരരുത്. എപ്പോഴും പ്രാർത്ഥിച്ചോണം. ഇത് വലിയ കാര്യമാണ്, നിത്യ നഷ്ടപ്പെടുന്ന കാര്യമാണ്. നിങ്ങളെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അവൻ മറന്നു, ദൈവത്തെ മറക്കുമാറാക്കി. 55 വർഷം കൺക്ലൂഡ്. ദൈവം അവനെ സഹിച്ചു. ഞാൻ അന്വേഷിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവേ ശൗലിന് 2 വർഷം കൊണ്ട് നീക്കിക്കളഞ്ഞ നീ ഇത്രയും മ്ലേച്ഛത ചെയ്തവനെ 55 വർഷം സഹിച്ചതെന്താ? എന്നിട്ടും തകർത്തില്ലല്ലോ, മാനസാന്തരപ്പെടുത്തി മടക്കിക്കൊണ്ടിരുത്തിയല്ലോ. ദൈവത്തിൻ്റെ മറുപടി, മോനെ, യാഗൻ്റെ ബലമെന്ന് പറഞ്ഞൊരപ്പൻ്റെയും എൻ്റെ സന്തോഷം അവനിൽ നിന്ന് പറഞ്ഞ ഒരമ്മയുടെയും മകനായിരുന്നു മനുഷ്യ. അവനെ തകർക്കാൻ ദൈവത്തിന് മനസ്സായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാൽ മതി. ഇല്ലേ, മനസ്സിലാക്കി തരാം. മക്കൾ വഴിപറ്റി പോകുന്നതിന് അമ്മയപ്പന്മാരെ പഴി പറയുന്നവരാണ് മിക്ക. 80% അങ്ങനെ. പക്ഷേ ഈ അപ്പൻ യാഗൻ്റെ ബലമെന്ന് പറഞ്ഞവനാ. എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരവും ഈ ഖജനാവും ഒന്നും അല്ല, എൻ്റെ ബലം എൻ്റെ ദൈവത്തിൽ. രാജ്ഞിയാ അമ്മ. എൻ്റെ ഈ കൊട്ടാരം എന്നല്ല എൻ്റെ സന്തോഷം എൻ്റെ സന്നിധിയാ. അപ്പം അപ്പന്മാർ അവൻ റിഫോമിസ്റ്റ്, അവിടെ ഉണർവ് കൊണ്ടുവന്ന ആളാ. അപ്പോൾ ചിലപ്പോൾ അപ്പനും അമ്മയും ദൈവകൃപയിലും ഭക്തിയിലും വിശുദ്ധിയിലും നിന്നാലും ചിലപ്പോൾ മക്കൾ എവിടെ പോകാം? വഴിതെറ്റി പിശാച് അവരെ കൊള്ളയിടാം. എന്നെ നോക്കിയിരുന്നു, അവർക്കോ ഈ ദൂത് വേണോ അതിനെ ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എ സൺ ഓഫ് മെനി ടിയേഴ്സ്. മുമ്പ് ഞാൻ മറ്റൊരു വിഷയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ സൺ ഓഫ് മെനി ടിയേഴ്സ് കനോട്ട് ബി ലോസ്റ്റ്. വളരെ കണ്ണുനീരിൻ്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. കരയുന്ന പ്രാർത്ഥിക്കുന്നതിൻ്റെ സന്താനം എവിടെ പോയാലും ദൈവം അവരെ മടക്കി വരുത്തും. ഞാൻ ചെറുപ്പക്കാരുടെ പ്രശ്നം പറയും, മക്കളെ മോനെ, ദൈവത്തിൻ്റെ വഴി വിട്ട് നീ ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. നീ എവിടെ പോയാലും ദൈവം നിന്നെ മടക്കി വരുത്തും. ഒരു കൊളുത്ത് ദൈവം നിന്റെ മേലിടും, നിന്നെ താഴെ ഇറക്കും. ദൈവം ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ വെക്കും. A son of many tears cannot be lost. പ്രാർത്ഥിക്കുന്നവന്റെ സന്താനവും വഴിതെറ്റാം, പ്രാർത്ഥിക്കാത്തവനും വഴിതെറ്റാം. പക്ഷെ വ്യത്യാസം, പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ നിന്റെ കണ്ണടയും മുമ്പ് ദൈവം മടക്കി വരുത്തും. ഇല്ല, നിന്റെ കണ്ണടഞ്ഞ് നീ നിത്യത്തിലെത്തിയാൽ അവിടെ നിന്ന് നീ കാണും നിന്റെ തലമുറ മടങ്ങി വന്ന് യേശുവിനെ പ്രസംഗിക്കുന്നത്. ശക്തിയോടെ കരം അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അല്ലാതെ ഒരു മാർഗം കാണുന്നില്ല. അവനെ ദൈവം മടക്കി വരുത്തി. അവൻ്റെ പ്രവൃത്തികളിൽ മനസ്സിലായി അവൻ മാനസാന്തരപ്പെട്ടെന്ന്. ഇവിടെ എന്നാ ചെയ്തേ? അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ പ്രസംഗം പൂർണ്ണമാകില്ല. വൈകിട്ടുണ്ടെങ്കിലും നോക്കൂ, 55 വർഷം ദൈവം സഹിച്ചു. 55ാമത്തെ വർഷത്തിൽ സിംഹാസനത്തിലിരുന്നവനെ ദൈവം തൂക്കിയെടുത്ത് ഒറ്റ ഏറെറിഞ്ഞു. എങ്ങോട്ട്? കാരാഗ്രഹത്തിലേക്ക്. ഇവിടെ ഈ പാസ്റ്റർ ലീഡ് ചെയ്തും പറഞ്ഞു, നിമിഷം മതി കാര്യമൊക്കെ മാറി മറിയാൻ. നിമിഷം മതി. കഴിഞ്ഞ 28-ാം തീയതി രാവിലെ വരെ ഒരു കുഴപ്പമില്ലാതെ ലോകം പോയിക്കൊണ്ടിരുന്ന 8:30 TV തുറന്നപ്പോൾ ആ സംഭവം എല്ലാം മാറിയേ. ഞാൻ 2-3 ആഴ്ച കൊണ്ട് എൻ്റെ ചർച്ചിൽ ഉൽപ്പത്തി 22 തുടക്കം, അത് ഒന്നുമില്ല. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചെന്താൽ, മലയാളത്തിൽ എത്രയേ ഉള്ളൂ, അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ, മലയാളത്തിൽ വെച്ചത് അതിനുശേഷം ദൈവം അതിനുശേഷം. പക്ഷേ ഇംഗ്ലീഷിൽ സംടൈംസ് ലേറ്റർ. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്തുവാ? 25 വർഷം കരഞ്ഞൊരു കൊച്ചനെ കിട്ടി. എന്തോ സന്തോഷമാണ് വീട്ടിൽ. പക്ഷെ ആ സന്തോഷം നീണ്ടു നിന്നില്ല. അവനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെട്ടു. സംടൈംസ് ലേറ്റർ. ഒരു വിജയവും പൂർണ്ണമല്ല, ഒരു സന്തോഷവും പൂർണ്ണമല്ല. ഒന്ന് കണ്ടുകൊണ്ടും മതിമറഞ്ഞ്
അഹങ്കരിച്ചേക്കരുത്, ഒന്ന് കണ്ടും നിഗളിക്കരുത്. എപ്പോഴും ദൈവത്തിൽ നെടുമ്പാട് വീഴുക. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. സ്തോത്രം, സ്തോത്രം. ഒറ്റ നിമിഷം മതി കാര്യമല്ല മാറാൻ. സിംഹാസനത്തിൽ ഇരുന്നവനെ ചേക്കി പിടിച്ചത് എറിഞ്ഞു, ഒറ്റയേറ് കാരാഗ്രഹത്തിലേക്ക്. ആ അവസ്ഥയൊക്കെ മാറ്റാൻ ദൈവത്തിന് അധിക നേരമൊന്നും വേണ്ടെന്നേ. ഒറ്റ സെക്കൻഡ് മതി ഈ നികളങ്ങളൊക്കെ ഇല്ലാതാക്കാൻ. രാത്രി പകലും പകൽ രാത്രിയാക്കാനും ദൈവത്തിന് 1 മിനിറ്റ് മതി. നഷ്ടം ലാഭമാക്കാനും ലാഭം നഷ്ടമാക്കാനും ദൈവത്തിന് 1 മിനിറ്റ് മതി. യോനയുടെ പുസ്തകത്തിൽ എനിക്ക് പ്രസംഗം ഇഷ്ടമുള്ള വിഷയമാണ്. അവൻ കൽപ്പിക്കുന്നു കൊടുങ്കാറ്റ് വരുന്നു, അവൻ കൽപ്പിക്കുന്നു മഹാമത്സ്യം വരുന്നു, അവൻ കൽപ്പിക്കുന്നു കാറ്റടിക്കുന്നു. പിന്നെ അവൻ കൽപ്പിച്ചപ്പോൾ എന്താ വന്നു? ഒരാവണക്ക് കിളിച്ചു വന്നെന്നല്ല, യോനയുടെ കൂടാരത്തിന് മീതെ ഒരു ആവണക്കിനെ കൽപ്പിച്ചാക്കി. ഒരു വൻവൃക്ഷത്തെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം വിളിച്ചു വരുത്തി. വിശ്വസിക്കുന്നോ? നിന്നെ ഒരു വൻവൃക്ഷമാക്കി മാറ്റാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതിയെന്ന്. സ്തോത്രം, 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 സ്തോത്രം. ഒരൊറ്റ രാത്രി മതി ഒരു വൻവൃക്ഷമാക്കി മാറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ അടുത്ത പദം എഴുതിയിരിക്കുന്നത്, അവൻ കൽപ്പിച്ചവർ കൊച്ചുപുഴു വന്നു. ഒരു കൊച്ചുപുഴു, ആ കൊച്ചുപുഴു ആ വൻവൃക്ഷത്തെ ഒറ്റ രാത്രി കൊണ്ട് വേരോടെ ഉണക്കി. വൻവൃക്ഷമാക്കി മാറ്റാൻ ഒരു രാത്രി മതിയെങ്കിൽ നീ എത്ര വൻവൃക്ഷമാണെങ്കിലും വേരോട് ഉണക്കാനും ദൈവത്തിന് ഒരു രാത്രി മതി. നമ്മളൊന്നിലും നിഗളിക്കരുത്. ഇവിടെ ഞാൻ നിർത്തുമ്പോൾ, ഇവിടുന്ന് ഇറങ്ങും മുമ്പ് ദൈവത്തോട് ഇപ്പോഴും പറയണം, കർത്താവേ, എൻ്റെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എപ്പോഴേലും ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ, വേദനിപ്പിച്ചിട്ടുണ്ടോ? ക്ഷമിക്കണേ എന്ന് പറഞ്ഞോണം ദൈവത്തോട്. നീ ഇതല്ലാതെ അന്നതല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ല. നമ്മളൊക്കെ ഈ ശ്വാസം ദൈവത്തിൻ്റെ കൃപയാണ്, ഈ ശബ്ദം ദൈവത്തിൻ്റെ കൃപയാണ്. 3 തവണ ഞാൻ തീർന്നെന്ന് വിചാരിച്ചു. ആദ്യം അറ്റാക്ക് വന്ന് തീർന്നു, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു, നമ്മൾ കണ്ടു, കൊങ്ങുമായിട്ട് പറയാം. പിന്നെ മെഡിസിൻ, സ്റ്റെൻറ്റിൻ്റെ ശേഷം എനിക്ക് മെഡിസിൻസ് അലർജിയായി. ഇത്രയേ ഉള്ളൊരു ഗുളിക ഒരു രാത്രി കഴിച്ചാൽ. എനിക്ക് അടുത്ത ആഴ്ച മസ്കറ്റ്, അന്ന് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു, ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ദിവസം പോകേണ്ടതാണ്. ഞാൻ കുഴഞ്ഞു വീണു, 2 ഇരട്ടി കീറുന്ന പോലെ തോന്നി. 3 തവണ വീണ്ടും മെഡിക്കൽ അലർജി ഉണ്ടായി. അന്ന് ലണ്ടനിൽ പോകാനായിട്ടൊരു പെങ്കൊച്ച് കൊച്ചി എയർപോർട്ടിൽ ചെന്ന് കുഴഞ്ഞു വീണ് അവിടെ വെച്ച് മരിച്ചു. എന്തോ കാര്യം പറഞ്ഞേ, ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പം ഒരു എന്തോ ഒരു വൃക്ഷത്തിൻ്റെ ഇലയെടുത്ത് വായിലിട്ടതേ ഉള്ളൂ. 3 വട്ടം കുഴഞ്ഞു വീണിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന കൃപയല്ലേ? നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് തീരാതെ ദൈവം കൊണ്ടുപോകത്തില്ല. എൻ്റെ സിസ്റ്ററാണ് പ്രിയ തങ്കമ്മ, നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഇവിടെ ദൈവത്തെ ആരാധിക്കുക. മരണത്തിൻ്റെ വക്കോളം എത്തിയതാണ്. അതൊരു ജെൻസി, അവളുണ്ടോ ഇവിടെ? ജെൻസിയൊക്കെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. അവളും എൻ്റെ ചേട്ടൻ്റെ മോളാണ്, ഇവിടുത്തെ സഭയിലെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. അവളും ഈ അടുത്ത സമയത്ത് മരണത്തോളം ഇതാണ്, അറ്റാക്കിലൊക്കെ ആയതാണ്. ഞാൻ പറയാം, ദൈവമക്കളെ, കാർഡിയാക് അറസ്റ്റോ അറ്റാക്കോ ക്യാൻസറോ ഒക്കെ വരട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ പറയണം, ക്യാൻസറെ, ഹാർട്ട് അറ്റാക്ക്, കൊറോണയെ എൻ്റെ ദൈവം അനുവദിക്കാതെ നിനക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. സന്തോഷത്തോടെ ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അതുകൊണ്ട് അവസ്ഥയൊക്കെ മാറ്റാൻ ദൈവത്തിനൊരു നിമിഷം മതി. അതോർത്തെല്ലാവരും ജീവിച്ചോണം. ഒന്ന് കണ്ടും പ്രശംസിച്ചേക്കരുത്. മഹത്വം എല്ലാം ദൈവത്തിന് കൊടുത്തോണം. ഞാൻ വാക്കിൽ നിർത്താൻ പോകുകയാണ്. ഒരു തള്ളയുടെ അപ്പൻ്റെ കണ്ണുനീർ 55 വർഷം ഒരുത്തനെ സഹിച്ചവനെ മാനസാന്തരപ്പെടുത്തി. ഒരു തെളിവാണ് 2 ദിനവൃത്താന്തം 33:21 ഇവന്റെ മകനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 22 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ തന്റെ അപ്പനായ മനശ്ശെ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ മനശ്ശെ ഉണ്ടാക്കിയ സകല വിഗ്രഹങ്ങൾക്കും ആമോൻ ബലി കഴിച്ച് അവയെ സേവിച്ചു. തന്റെ അപ്പനായ മനശ്ശെ തന്നെത്താൻ യഹോവയുടെ മുൻപാകെ താഴ്ത്തിയതുപോലെ അവൻ തന്നെത്താൻ താഴ്ത്തിയില്ല. ആമോൻ മേൽക്കുമേൽ അകൃത്യം ചെയ്തതേയുള്ളൂ. അവൻ ഭൃത്യന്മാർ
അവന്റെ ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ അവന്റെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു. 2 വർഷമേ ഇരുന്നുള്ളൂ. കാരണം എന്താ? കരയാൻ ആളില്ലായിരുന്നു. നമ്മൾ ഈ നിൽക്കുന്നതൊക്കെ പിൻപി കണ്ണുനീരാ, കരച്ചിലിൻ്റെ ശക്തിയാ. അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിനക്ക് ശേഷം നിന്റെ തലമുറ ഈ പുസ്തകവുമായി ഇവിടെ കർത്താവിനെ ആരാധിപ്പാൻ കാണണം. കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞാട്ട്. ഈ കണ്ണുനീരിൻ്റെ ശക്തി വലുതാ ദൈവമക്കളെ. ഒരു സംഭവം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾ ആക്സ് മാഗസിൻ എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്. ഇത് ചുമ്മാ ഒരു തമാശ പറയല്ല. ആക്സ് മാഗസിൻ ഒരു സംഭവം പറയാണ്. ഇംഗ്ലണ്ടിൽ ഒരപ്പനും അമ്മയ്ക്കും ഒറ്റ മോനേ ഉള്ളൂ. അവനെ കൂട്ടുകെട്ടിലൊക്കെ ആയി കളിക്കാൻ പോവും. നല്ല ആവശ്യമില്ലാത്ത കൂട്ടുകാരൊക്കെ പോയി ഒരു ദിവസം പണം വെച്ച് ചീട്ട് കളിച്ച് വിളക്ക് കെടുത്തി ഒരുതനെ കുത്തിക്കൊന്നു. എന്നിട്ട് അവൻ ഓടി വീട്ടിൽ വന്ന് പറഞ്ഞ് ഞാൻ കൊലപാതകം ചെയ്തിട്ട് വരിക, ഞാൻ രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവൻ അന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഓടി എങ്ങനെയോ അവൻ ഓടി രക്ഷപ്പെട്ടു. 18 വർഷം കഴിഞ്ഞു. ഈ മോൻ എവിടാന്ന് അപ്പനും അമ്മയ്ക്കും അറിയില്ല. ഈ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ മോനെ രക്ഷപ്പെടുവാൻ. കർത്താവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അവനെ കാണാൻ കഴിഞ്ഞില്ലേലും സ്വർഗത്തിൽ അവനെ കാണണം. അവൻ കൊലപാതകനായി നരകത്തിൽ പോകരുത്, നിത്യത്തിലെങ്കിലും അവനെ കാണണം. ഇവിടെ കാണണ്ടയില്ലേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രശസ്തനായ ഒരു പ്രസംഗികൻ, ഞാൻ പറഞ്ഞു ഇത് ഒരു കെട്ടുകഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്, അമേരിക്കക്കാരനായ ഒരു പ്രസംഗികൻ ഇംഗ്ലണ്ടിൽ പ്രസംഗിക്കാൻ വന്നു. അദ്ദേഹം പ്രസംഗിച്ചിട്ട് അദ്ദേഹം വിശ്രമിക്കുന്ന ഹോട്ടലിലേക്ക് കാറിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഈ അമ്മയുടെ വീടിനരികിലൂടെയാണ് പോകുന്നത്. ഈ വീടിൻ്റെ വാതിക്കൽ വന്നപ്പോൾ ഈ കാർ ബ്രേക്ക് ഡൗൺ ആയി. ആ ഡ്രൈവർ അത്ര നോക്കിയിട്ട് കാർ സ്റ്റാർട്ടാകില്ല. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഓടിപ്പോകുന്ന ചിലരെ പോലും പിടിച്ചു നിർത്താൻ കഴിയും ദൈവത്തിന്. സ്തോത്രം. അവസാനം ഈ ഡ്രൈവർ പറഞ്ഞു, സാറേ ആ വെളിച്ചം കാണുന്ന വീട്ടിൽ അങ്ങ് പോയിരിക്കും, ഞാൻ കാർ റെഡിയാക്കിയിട്ട് വരാം. ഈ ദൈവദാസനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കോളിംഗ് ബെൽ അടിച്ചു. ഒരു അമ്മ ഇറങ്ങി വരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ണൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഈ ദൈവദാസനെ കയറ്റിയിരുത്തി കാർ ഡ്രൈവർ നന്നാക്കാൻ പോയി. വീട്ടുവിവരങ്ങളെല്ലാം ചോദിച്ചു. എത്ര പേരുണ്ട് മക്കൾ? ഒരു പറഞ്ഞു ഒരേ ഒരു മോൻ, അവൻ ജീവനോടുണ്ടോ എന്നറിയില്ല, പക്ഷേ 18 വർഷം മുമ്പ് അവൻ കൊലപാതകം ഇറങ്ങി ഓടി. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മോനെ ജീവനോട് ഈ ഭൂമിയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിത്യത്തിൽ അവനെ കാണണം, അവൻ മാനസാന്തരപ്പെടണം. എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാർ റെഡിയാക്കി ഡ്രൈവർ വന്നു. ഈ ദൈവദാസൻ പോകാൻ അങ്ങോട്ട് ഇറങ്ങി. പ്രാർത്ഥിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ അമ്മ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഇത്രയും കാലമായി ഞങ്ങളുടെ മകനെ സ്വർഗത്തിൽ കാണാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അങ്ങ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു. ലോകപ്രസിദ്ധനായ അങ്ങേ കാണാൻ മനുഷ്യർ കൊതിക്കുന്ന അങ്ങേ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങയോടൊരു അപേക്ഷ എനിക്കുണ്ട്. ഞങ്ങളിത് മുതൽ പ്രാർത്ഥിക്കും, അങ്ങ് ലോകത്ത് എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ടെങ്കിൽ അങ്ങ് പ്രസംഗിക്കുന്ന ഓഡിയൻസിൻ്റെ ഇടയിൽ എൻ്റെ മോനെ കൊണ്ടിരുത്താൻ, അങ്ങയുടെ വചനത്താൽ അങ്ങ് പ്രസംഗിക്കുമ്പോൾ അവൻ മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങും പ്രാർത്ഥിക്കണം, മറക്കരുത്. ഇല്ല, മറക്കില്ല. അതേ ഇറങ്ങി. വീണ്ടും 8 വർഷം കൂടെ പോയി. നൈജീരിയ എന്ന സ്ഥലത്ത് വലിയൊരു ക്രൂസൈഡ് നടത്തുകയാണ് ഈ ദൈവദാസൻ. അതിന് മുമ്പ് ഒരു വലിയ സുവിശേഷ റാലിയുണ്ട്. ആ റാലി ഇങ്ങനെ പട്ടണം ചുറ്റി വരുമ്പോൾ ഒരു മധ്യവയസ്കൻ മദ്യപിച്ച് അവിടെ നിൽക്കുന്നു. അവന് തോന്നി ഇതിൽ ഒപ്പം കൂടണമെന്ന്. അവനും ഈ റാലിക്കൊപ്പം കൂടി. ആ റാലി ഒരു വലിയ ഓഡിറ്റോറിയത്തിലാണ് വന്ന് ചേർന്നത്. അവിടെ ജനം വന്ന് നിറഞ്ഞു. ഇവനും കൂട്ടത്തിൽ കയറി. പക്ഷേ നോക്കിയപ്പോൾ കസേരകൾ ഫില്ലായി. എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞവൻ തിരിഞ്ഞു നടന്നു. ദൈവത്തിന് എന്നെ വേണ്ട. നടക്കുമ്പോൾ ഒരു കരവനെ പിടിക്കുന്നതായി അവന് തോന്നി. അവനെ ആ നഖത്തേക്ക് തള്ളുന്നതായി അവന് തോന്നി. അവൻ നേരെ ഫ്രണ്ടിൽ വന്നു. അവിടെ ഇതുപോലെ ഒരു കസേര ഒഴിഞ്ഞ് കിടപ്പുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കർത്താവസനൊക്കെ പോകുന്ന ഇതുപോലെ നമ്മുടെ സ്റ്റേജിലില്ല കസേര. അവിടെ പ്രധാന പ്രസംഗികർക്കെല്ലാം ഫ്രണ്ടിലാണ്. അവിടെ ഒറ്റ കസേര. അതാരുടെ കസേര എന്നറിയാമോ? പ്രസംഗികൻ്റെ കസേര. പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ലോക്കൽ പാസ് തൊട്ടടുത്തിരിക്കുന്നു. ഇവൻ പോയി ആ കസേര ഇരുന്നു. ആരും എഴുന്നേപ്പിച്ചില്ല. വേറെ കസേരയില്ല. ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. ദൈവദാസൻ പ്രസംഗിച്ചു. അനേകർ മാനസാന്തരപ്പെട്ടു. കൈ ഉയർത്തി യേശുവിനായി സ്വീകരിച്ച് എഴുന്നേറ്റ് നിന്ന് ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് യേശുവിനെ സ്വീകരിച്ചു കരഞ്ഞുകൊണ്ട്. ലോക്കൽ സഭയുടെ പാസ്റ്റർ പ്രാർത്ഥിക്കാനും ആശീർവാദം പറയാനും മുമ്പോട്ട് വന്നു. ആ കസേരയിലേക്ക് പ്രസംഗം ചെന്ന് നിന്നു. തൊട്ടരികിൽ നിൽക്കുന്ന
ഈ ചെറുപ്പക്കാരൻ്റെ ചെവിയിലോട്ട് ചോദിച്ചു, സ്നേഹിത, നീ എവിടുത്തുകാരനാണ്? നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, ഇന്നേക്ക് 26 വർഷം മുമ്പ് ഞാനൊരു കൊലപാതകം ചെയ്ത് ഇറങ്ങി ഓടിയവനാണ്. എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും പറഞ്ഞപ്പോൾ പ്രസംഗിയൻ വീണ്ടും ചാടി കയറി. നിർത്താൻ പറഞ്ഞു, ആശീർവാദം പറയരുതെന്ന് പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞതൊക്കെ എന്നേക്കാൾ കരഞ്ഞോണ്ടാ. 8 വർഷം മുമ്പ് ഇംഗ്ലണ്ടിൽ പ്രസംഗിക്കാൻ പോയതും കാർ ബ്രേക്ക് ഡൗൺ ആയതും ഡ്രൈവർ വീട്ടിൽ കൊണ്ടിരുത്തിയതും ഇറങ്ങുമ്പോൾ അമ്മ കൈക്ക് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞതും പറഞ്ഞു, ഇവൻ്റെ അമ്മ പറഞ്ഞത്, ഞാൻ പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഓഡിയൻസിൻ്റെ ഇടയിൽ എൻ്റെ ഈ കുഞ്ഞിനെ കൊണ്ടിരുത്താൻ പ്രാർത്ഥിക്കുമെന്നാ. പിന്നെ അയാൾ പറഞ്ഞതെല്ലാം കരഞ്ഞുകൊണ്ടാ. എൻ്റെ ഓഡിയൻസിൻ്റെ ഇടയിലല്ല, ഞാനിരുന്ന കസേരയിൽ ദൈവം അവനെ കൊണ്ടിരുത്തി. ഞാനിരുന്ന കസേരയിൽ ദൈവം അവനെ കൊണ്ടിരുത്തി. A son of many tears cannot be lost. Prayer makes impossible things possible. വളരെ കണ്ണുനീരിൻ്റെ സന്താനങ്ങൾ നഷ്ടപ്പെടില്ല. പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാകും. എല്ലാ കണ്ണുമടച്ച് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചും നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ആരും കാണാതെ നീ തുടയ്ക്കുന്ന കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. അപ്പം കാണാതെയും അമ്മ കാണാതെയും ഭാര്യ കാണാതെയും ഭർത്താവ് കാണാതെയും മക്കൾ കാണാതെയും നീ തുടച്ച കണ്ണുനീരുകൾ നിന്റെ ടിഷ്യൂ പേപ്പറിലും കൈലേസിലും തീരില്ല. അതവൻ്റെ തുരുത്തിയിലുണ്ട്. അവൻ അത്ഭുതങ്ങളെ ചെയ്യും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഒരു നിമിഷം ദിവസം പ്രാർത്ഥിച്ചാണ്. യഹോവ മനശ്ശയോടും അവൻ്റെ ജനത്തോട് സംസാരിച്ചു പലവട്ടം. പക്ഷെ അവൻ കേട്ടില്ല, അനുസരിച്ചില്ല. യഹോവ അശ്ശൂർ രാജാവിൻ്റെ പടയാളികളെ അയച്ച് കൊളുത്തുകളാൽ ബന്ധിച്ച് ബാബേലിൽ കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്നെ താഴ്ത്തി. കരയാത്തവരെ കരയിപ്പിക്കാൻ, പ്രാർത്ഥിക്കാത്തവരെ പ്രാർത്ഥിപ്പിക്കാൻ, മോളോട്ട് നോക്കാത്തവരെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. ദൈവമേ, ഞാൻ നിഗളിച്ചെങ്കിൽ, അഹങ്കരിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണേന്ന് ആദ്യം പ്രാർത്ഥിച്ചാണ്. എൻ്റെ കുഞ്ഞുങ്ങളോട് ക്ഷമിക്കണമെന്ന് പറ. ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ചിന്തകൾ പോലും എന്നിൽ വന്നെങ്കിൽ, ഉയർച്ചകൾ വന്നെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറ. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ, അതിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർക്കായി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവേ നിന്ന് വിളിച്ചാട്ടെ. യേശുവേ, നീ എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ഇഷ്ടത്തിനോ ഹിതത്തിനോ വിരോധമായി ചിന്തിച്ചതെല്ലാം എന്നോട് ക്ഷമിക്കണമേ. താവേ, ജനത്തിന്മേൽ നിന്റെ ശക്തി വെളിപ്പെട്ട് എൻ്റെ കരം നീട്ടപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കണമേ. ദൈവത്തിൻ്റെ കരം ഇവിടെ വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ നാളുകളായി കരയുന്ന ചിലതിന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ കരവും ശക്തിയും വെളിപ്പെടും. കർത്താവ് സൗഖ്യമാക്കും. കൈകാട്ടിയിട്ടാട്ട് നിങ്ങൾ ഏത് വിഷയത്തിനായി കരയുന്നോ അതിന്മേൽ ദൈവപ്രവർത്തി വെളിപ്പെടും. നിങ്ങൾ രഹസ്യമായി കരയുന്ന ചിലതിന് പരസ്യമായി ദൈവോത്തരം തരും. ആരോടും പറയാതെ, ആരും അറിയാതെ നിങ്ങൾ കരയുന്നതിന് എല്ലാവരും കാണുക, ദൈവോത്തരം തരും. അകലെ നിങ്ങളുടെ മക്കളായിരിക്കുന്നെങ്കിൽ അവിടേക്ക് ദൈവപ്രവർത്തി വെളിപ്പെടും. കർത്താവിൻ്റെ അഭിഷക്തൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നവർ മാത്രം ആ കൈകൾ ഉയർത്തിപ്പിടിച്ചായിട്ട് ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥനമായി കേൾപ്പിക്കപ്പെടും. ബാക്കി കർത്താവിൻ്റെ ദാസന്മാർ ചെയ്യും. കർത്താവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥനയെ ആവശ്യപ്പെട്ട് ഉയർത്തപ്പെടുന്ന കാര്യങ്ങൾക്കായി സ്തോത്രം. നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാരവാടിയെ അറിഞ്ഞുകൂടാ, വേദന അടിയൻ അറിഞ്ഞുകൂടാ, അങ്ങേക്കറിയാം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കപ്പെട്ടിരിക്കും. അതിന് പ്രകാരം അഭിഷക്തന അടിയൻ നസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ഈ ഹാളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, നിന്റെ കരം വരെ തൊടുന്നു. നിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം. നിന്റെ മക്കളുടെ തലമുറകൾ എവിടെയാണോ ഇപ്പോൾ അവിടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ദുഷ്ടന്റെ ചെങ്കോൾ നീതിമാന്റെ അവകാശം ഇരിക്കില്ല. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ സന്താനത്തിന്മേലോ ദുഷ്ടന്റെ ചെങ്കോൾ ഇരിക്കാൻ പാടില്ല. അഭിഷേകം നുകത്തെ തകർക്കുമെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ആരാധന വെളിപ്പെടുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ ആ നുകങ്ങൾ തകർക്കപ്പെടട്ടെ. കർത്താവേ, നിന്റെ കരം വെളിപ്പെടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമം തന്നെ കരമടിച്ച